ദൈവ തിരുനാമത്തിന് മഹത്വം അർപ്പിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹനിധികളായ ബഹുമാന്യരായ റംബാച്ചൻ വന്യ വൈദിക ശ്രേഷ്ഠർ, കർത്താവിൽ സ്നേഹനിധികളായി പരിശുദ്ധമായ ദിനത്തിൻ്റെ ശ്രേഷ്ഠമായ ആരാധനയുടെ അനുഭവത്തിന് ശേഷം ധ്യാനമായി അതിപരിശുദ്ധമായ ദേവാലയത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഏറ്റവും മനോഹരവും ആഹ്ലാദകരവും ആയ ഒരു ക്രിസ്മസിൻ്റെ ശ്രേഷ്ഠമായ രാത്രി കഴിഞ്ഞ് ഒരു പകലിൻ്റെ അനുഭവത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ ആ വലിയ ക്രിസ്മസിൻ്റെ സന്തോഷം ലോകപ്രകാരമുള്ള ആഘോഷങ്ങളെക്കാൾ ഉപരിയായി ദൈവിക അനുഭവങ്ങളുടെ തേജസ്സായി നമ്മളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അത് അന്തർലീനമായി പുതിയ വർഷത്തിലേക്ക് ശ്രേഷ്ഠമായ അനുഭവമായി പടിപടിയായുള്ള വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും എല്ലാവിധമായ സന്തോഷങ്ങളും നന്മകളും അർപ്പിക്കട്ടെ. എനിക്ക് ഏറ്റവും നന്ദിയും കടപ്പാടും ഉള്ള ഒരു പ്രത്യേക സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. കേവലം ചെറുപ്രായത്തിൽ ഞാൻ ഉണരുമ്പോൾ, വെള്ളിയാഴ്ച ദിവസം ഉണരുമ്പോൾ എൻ്റെ അമ്മ അതിവെളുപ്പിനത്തെ ബസ്സിന് പരുമലയുടെ കബറിങ്കിലേക്ക് യാത്രയായി കഴിഞ്ഞിരിക്കും. ഓർമ്മയാകുന്നിടം വരെയും ഞാൻ കാണുന്നത് അങ്ങനത്തെ ഒരു പ്രത്യേകതകളാണ്. അതിൻ്റെ ആന്തരികമായ അർത്ഥതലങ്ങളിലേക്ക് പിന്നീട് ഞാൻ ചിന്തിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പരുമലയുടെ അതിപരിശുദ്ധമായ ദേവാലയത്തിൻ്റെ, പഴയ ദേവാലയത്തിൻ്റെ വടക്കുവശത്തെ കബറിൻ്റെ വാതിൽക്കൽ അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളിൽ ജാഗരിച്ചിരുന്ന, കാലങ്ങളോളം പ്രാർത്ഥിച്ച് ദൈവം തമ്പുരാൻ നൽകി എന്ന വിശ്വാസത്തോടെ പറയുന്ന ഒരു അനുഭവത്തെക്കുറിച്ച്, എന്നെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ, ഈ പരിപാവനമായ പുണ്യ അനുഭവങ്ങളിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ, പരിശുദ്ധന്റെ മധ്യസ്ഥതയുടെ അനുഭവമായിട്ടാണ് ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും എനിക്ക് പറയുവാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ആ പുണ്യവാന്റെ മധ്യസ്ഥതയാൽ എൻ്റെ മാതാപിതാക്കൾക്ക് ലഭിച്ച ഒരു ഇല്ലാതിരുന്ന് ലഭിച്ച ഒരു അനുഭവമാണ് ഞാനെന്നുള്ളത് എല്ലാവരെയും കേൾക്ക് ഞാൻ സാക്ഷിക്കട്ടെ. അപ്പോൾ ഈ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട മക്കളുടെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നെനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. രുചിച്ചറിഞ്ഞ ദൈവത്തെക്കുറിച്ച്, അനുഭവിച്ചറിഞ്ഞ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് അത് മനസ്സിലാക്കി ദൈവത്തിന്റെ തിരുമുൻപാകെ ആയിരിക്കുമ്പോൾ അത് സന്തോഷകരവും ആനന്ദദായകവുമാണ്. സെറാഫീം എന്ന് പറയുന്ന പരിശുദ്ധൻ പറഞ്ഞിരിക്കുന്നു, ഒരു ദേശത്ത് ഒരു പരിശുദ്ധനുണ്ടെങ്കിൽ ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നോക്കുക, ആ കബറിങ്കിലേക്ക് ദൈവിക സന്തോഷങ്ങളുടെ അനുഭവമായി കൃപയുടെ നീർച്ചാലുകളായി അനുഗ്രഹത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നിരിക്കുന്ന ഒരു പരിശുദ്ധന്റെ സന്നിധിയിലേക്കാണ് ഞാൻ വിശ്വാസ സമൂഹങ്ങൾ കടന്നു വരുന്നത്. സെറാഫീൻ രുചിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, അതേ, ഒരു പരിശുദ്ധന്റെ ഒരു ദേശത്തുണ്ടെങ്കിൽ ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇത് ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളല്ല, കോടാനകോടി ജനങ്ങൾ ഈ കബറിങ്കിലേക്ക് കടന്നു വന്ന് ദൈവിക സംസർഗങ്ങളും ദൈവിക സന്തോഷങ്ങളും പങ്കിടുമ്പോൾ ഒരു കാര്യം ഞാനും നിങ്ങളും വിസ്മരിക്കരുത്. ഈ അനുഗ്രഹീതമായ ദിനത്തിൽ തമ്പുരാന്റെ തിരുമുൻപാകെ ഇരിക്കുമ്പോൾ ആ പുണ്യവാൻ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായി തീരട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 31-ാം വാക്യം, എൻ്റെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്. അതിപ്രകാരമാണ്, തിരക്കുകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ അല്പം മാറി വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവിൻ. നിങ്ങൾക്ക് ഈ പകൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ കടന്നു വന്നിട്ട് തങ്ങൾ ചെയ്ത എല്ലാ അനുഭവങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും പോയ വഴിക്ക് നേരിട്ട തിക്ത അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെയും കർത്താവിനോട് വർണ്ണിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇന്ന വഴികളിൽ കൂടി യാത്ര ചെയ്തു, പലരും ഞങ്ങളെ സ്വീകരിച്ചു, എന്നാൽ ചിലര് തിരസ്കരിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ ഉണ്ടായ സർവ്വസംഗതികളും എൻ്റെ കർത്താവിന്റെ തിരുമുൻപാകെ വിവരിക്കുമ്പോൾ എൻ്റെ കർത്താവ് പറയുന്ന വാക്കാണ്, വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവേൻ. ഇപ്പോൾ തിരക്കിന്റെ ലോകമാണ്,
തിരക്കുകളില്ലാത്തവരായിട്ട് ആരുമില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കുകൾ നമ്മുടേതാകുന്ന സമൂഹങ്ങൾ വ്യാപരിച്ചിരിക്കുമ്പോൾ വേറെ ഇട്ടുവന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവാനുള്ള ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ഒരു ആഹ്വാനമാണ് ഇത് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർക്കുക. ആശ്വാസം തരുന്നവന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആശ്വാസം ഏറ്റവും ധാരാളമായി നമുക്ക് ലഭിക്കും. അവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കേവലം കടന്നു വന്നു ഇരുന്നു, അല്ലെങ്കിൽ ആയിരുന്ന സാഹചര്യത്തിൽ അല്പസമയം പരിമല കബറിങ്കിലേക്ക് ദേവാലയത്തിൽ പോയിരുന്ന് അല്പം ഇരിക്കാമെന്നുള്ളതല്ല. വേറിട്ട് വരണം. വേറിടുന്നതിന് ചില ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലതിനെയൊക്കെയും വിട്ടിട്ട് വേണം, ചില ഭാരങ്ങളൊക്കെയും വിടണം, ചില ചിന്തകളൊക്കെയും വിടണം. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ശാന്തമായി ദൈവത്തിന്റെ മുഖാമുഖം കാണുന്ന ഒരു അനുഭവത്തിലേക്ക് വേർതിരിയുവാനായി കഴിയുന്നുവെങ്കിൽ അവിടെയാണ് പറയുന്നത് ആശ്വാസം ലഭിക്കുക എന്ന് പറയുന്നത്. ആശ്വാസത്തിന് ആയി ഇന്ന് അങ്ങോളം ഇങ്ങോളം പല പല സ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ചില മുഖാന്തരങ്ങളും ഒക്കെയും കടന്നു വരിക എന്നെഴുതി വെച്ചിട്ടുള്ള സന്ദർഭങ്ങളൊക്കെയും നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. പക്ഷേ ആശ്വാസം ലഭിക്കുന്നവർ എത്ര പേർ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നേ ദിനം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുവാനായി ദൈവത്തിൽ ശരണപ്പെട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. ശമൂവേൽ പ്രവാചകന്റെ ദീർഘദർശിയായ ശമൂവേൽ പ്രവാചകൻ, ആ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 24-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? സുപരിചിതമായ ഒരു ഭാഗം പ്രത്യേകമായി ഒന്നുകൂടി അത് വായിക്കട്ടെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിൽ ആയിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ. ഞാനൊരു വലിയ വിഷമത്തിലായിരിക്കുന്നു, യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ. അതിനുശേഷം പറയുന്നൊരു വാക്യമുണ്ട്: ഞാൻ മനുഷ്യരുടെ കൈകളിൽ വീഴരുത്. ഞാൻ യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ, ഞാൻ മനുഷ്യന്റെ കൈകളിൽ വീഴരുത്. ഇത് ദാവീദ് രാജാവായിരുന്നു. സ്വർണലിപികളാൽ അല്ലെങ്കിൽ സ്വർണനാവുകളാൽ സങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ട ദാവീദ്, ദൈവത്തെ രുചിച്ചെറിഞ്ഞ ദാവീദ്, മധുര ഗായകനായ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ്, ഈ ദാവീദ് തന്റെ ജീവിതത്തിൽ പ്രത്യേകമായി കണ്ട് ഏറ്റവും ശ്രേഷ്ഠതയോടുകൂടി സാക്ഷിക്കുന്ന ഒരു ഏറ്റവും ശ്രേഷ്ഠമായ വാക്യമാണ് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഇപ്രകാരമാണ്: ഞാൻ ഒരു വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാനൊരു വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. ഇത് ദൈവിക സന്തോഷങ്ങൾ രുചിച്ചറിഞ്ഞ ഭക്തനായ ഒരു മനുഷ്യന് മാത്രമേ ഇത് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ മുഴുവനും വായിച്ചാലും പ്രത്യേകമായി ഇത്രമാത്രം യഹോവയുടെ അനുഭവങ്ങളെ, അപദാനങ്ങളെ വർണ്ണിക്കുന്ന ശ്രേഷ്ഠനായ ഒരു എഴുത്തുകാരനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ദൈവത്തെ രുചിച്ചറിഞ്ഞ അനുഭവങ്ങൾ, ഏറ്റവും കൂടുതൽ അനുഭവങ്ങളിൽ തന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളുടെ അനുഭവങ്ങൾ കൂടി യാത്ര ചെയ്യുമ്പോൾ അവിടെ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നു, ബലഹീനതകൾ ഉണ്ടായിരുന്നു, നേട്ടങ്ങൾ ഉണ്ടായിരുന്നു, സമർപ്പണങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാ അനുഭവങ്ങളും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ദാവീദ് യഹോവയാം ദൈവത്തെ രുചിച്ചറിഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരുപാട് ലിഖിതങ്ങൾ നമ്മൾക്കുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ എപ്പോഴും പാടുന്നുണ്ട്. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ എന്ന 51-ാം സങ്കീർത്തനം ഓരോ ആരാധനയുടെ അനുഭവത്തിലും അത് ഒരു മുത്തുപോലെ ചേർക്കപ്പെട്ടിരിക്കുന്നത് ദാവീദിന്റെ ദൈവിക അനുഭവങ്ങളുടെ ശ്രേഷ്ഠമായ ഒരു ആവിഷ്കരണമോ അവതരണവും അത് നമ്മൾ ആരാധനയ്ക്കായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ തിരുമുൻപാകെ ഇന്ന് പരിശുദ്ധ ആരാധനയിൽ സംബന്ധിച്ച പ്രഭാത നമസ്കാരത്തിൽ ഇത് ചൊല്ലി ഏറ്റവും ശ്രേഷ്ഠതയോടുകൂടി ആരാധനയിൽ സംബന്ധിച്ചു. എന്നാൽ ഒരു വൈദികൻ ഇത് ചൊല്ലുമ്പോൾ സന്ധ്യയ്ക്കും പ്രഭാതത്തിലും അതോടൊപ്പം തന്നെ ആരാധനയ്ക്ക് മുമ്പായും ഇത് ചൊല്ലി ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ
ഒരു വലിയ ആരാധനയുടെ അനുതാപത്തിന്റെ അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങളും ഓർക്കണം. ഇത് രുചിച്ചറിഞ്ഞ ദാവീദ് പറയുകയാണ്, ഞാൻ ഒരു വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാനൊരു വലിയ വിഷമത്തിലായിരിക്കുന്നു. ഇന്നത്തെ ലോകം നമുക്കറിയാം, വിഷമങ്ങളുടെ ഒരു വലിയ അനുഭവമാണ്. ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ കുഞ്ഞു പറയും, എന്റെ വിഷമത്തിന്റെ ഭാരം വലുതാണ്. എന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചായിരിക്കാം, പഠനത്തെ കുറിച്ചായിരിക്കാം, അപ്പോൾ നിർബന്ധമായ പഠന സാഹചര്യങ്ങളെ കുറിച്ചായിരിക്കാം. കുഞ്ഞു പറയും അതൊരു വലിയ വിഷമമാണ്. ചില പഠന മേഖലകളിലുള്ള ഉദാഹരണങ്ങൾ അവന്റെ തലയിലേക്ക് കയറാത്തത് കൊണ്ട് അവൻ പറയും അതൊരു വിഷമമാണ്. ഒരു യുവതിയോട് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അവർക്ക് വലിയ വിഷമകരമായ അനുഭവമാണ്. ഒരു കുടുംബനാഥനോട് ജീവിതത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് ചോദിച്ചാൽ പറയും എനിക്ക് വലിയ വിഷമമാണ്. ഒരു മാതാവിനോട്, കുടുംബനാഥയോട് ചോദിച്ചാൽ പറയും ഒരു ഭയങ്കര വിഷമകരമായ സാഹചര്യമാണ്. മുതിർന്നവരായ അപ്പച്ചന്മാരോട്, നമ്മുടെ അമ്മച്ചിമാരോട് ചോദിച്ചാൽ പറയും എല്ലാം ഒരു വിഷമമാണ്. പക്ഷെ ആരും പറയുന്നില്ല എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമാണ് എന്ന് പറയുവാനായിട്ട്. മനുഷ്യ ജീവിതത്തിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്, എത്ര ജീവിതങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇവിടെ ദാവീദ് പറയുന്നു, നമ്മെ പോലെ തന്നെ പറയുകയാണ്, ഞാനൊരു വലിയ വിഷമത്തിലായിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ ഭാഗത്തിൽ 24-ാം അധ്യായത്തിന്റെ ആദ്യം നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ വീണ്ടും ജ്വലിച്ചു. എന്നിട്ട് ദാവീദിന്റെ ഹൃദയത്തിൽ ഒരു ദുഷ്ടശക്തി പ്രവർത്തിക്കുകയാണ്. പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേലിനെയും യഹൂദയെയും ഒന്ന് എണ്ണണം. രാജാവിന് തന്റെ കൂടെയുള്ള ജനങ്ങളെയും അല്ലെങ്കിൽ പടനായകന്മാരെയും ആയുധം വഹിച്ചിട്ടുള്ളവരും അതോടൊപ്പം തന്നെ അശ്വമേധക്കാരുമായ പടയാളികളുടെ എണ്ണം എടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടോ? യാതൊരു കുറവുമില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം അല്പസമയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ബാങ്ക് ബാലൻസിന്റെ കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ, നമ്മുടേതാകുന്ന വസ്തുവകകളുടെ സമ്പാദ്യങ്ങളുടെ കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ, നമ്മുടേതാകുന്ന ചില നേട്ടങ്ങളുടെ കണക്കുകൾ പെരുപ്പിച്ച് നമ്മൾ എടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ എണ്ണങ്ങളും നേട്ടങ്ങളും ഒക്കെയും വരുന്നതിന് മുമ്പ് യാതൊരു വകയുമില്ലാതെ അഷ്ടിക്ക് വകയില്ലാതിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട് എന്നുള്ള കാര്യം, നമ്മുടെ പൂർവികർക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇവിടെ അങ്ങനെ ഒരു പാഠമാണ് പ്രധാനമായും ഈ ദാവീദിനെ പഠിപ്പിക്കുന്നത് ദൈവം. ദാവീദ് പറയുന്നു, തന്റെ കൂടെയുള്ള യഹൂദ ജനങ്ങളെയും യഹൂദരെയും അതോടൊപ്പം തന്നെ അവരോട് കൂടെയുള്ള ഇസ്രായേലിനെയും ഒന്ന് എണ്ണി അവരുടെ കണക്കൊന്നെടുക്കണം. പെട്ടെന്ന് പടനായകനായ യോബാബിനെ വിളിക്കുന്നു. യോബാബിനോട് പറയുന്നു, നീ പോണം, നീ പോയി കണക്കുകൾ എടുക്കണം. അപ്പോൾ യോബാബ് 4-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്. അതിന് യോബാബ്, യജമാനനായ രാജാവിന്റെ കാലത്ത് തന്നെ നിന്റെ ദൈവമായ യഹോവ ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും യജമാനനായ രാജാവ് ഈ കാര്യത്തിന് താല്പര്യപ്പെടുന്നത് എന്ത്? ദൈവത്തെ രുചിച്ചറിഞ്ഞ ഭക്തനായ ദാവീദ് പറയുന്നു, എന്നോടുകൂടിയുള്ള യഹൂദയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൾ എടുത്ത് എനിക്ക് വേഗത്തിൽ എണ്ണം കൊണ്ടുവരണം. പടനായകനായ അല്ലെങ്കിൽ യോബാബ് പറയുകയാണ്, രാജാവേ, അങ്ങയ്ക്ക് ഇപ്പോഴുള്ളതിൽ 100 ഇരട്ടിയായി കണക്കുകൾ വർദ്ധിച്ചു പെരുകട്ടെ. പക്ഷെ അങ്ങയോട് എനിക്ക് ചോദിക്കുവാൻ നിവൃത്തിയില്ല. രാജാവിന്റെ മുൻപാകെ ഊവ് എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഒരു പടനായകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിന് അങ്ങ് ഇത് എണ്ണുന്നു? എന്നിട്ട് ഈ യോബാവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. 24-ാം അധ്യായം മുഴുവനായി വായിക്കുമ്പോൾ വളരെ മനോഹരമായ ചില ആവിഷ്കാരമാണ് ഇവിടെ നടക്കുന്നത്. ചില സംഭവങ്ങൾ ചേർത്തിണക്കിയിരിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, യോബാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എങ്കിലും യോബാബും പടനായകന്മാരും രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടതിന് ദേശം മുഴുവനും യാത്ര ചെയ്തു. അതിനുശേഷം അവർ പറയുന്നു 8-ാമത്തെ വാക്യത്തിൽ, അവർ ദേശമെല്ലാം സഞ്ചരിച്ചു. 9 മാസവും 20 ദിവസവും കഴിഞ്ഞ ശേഷം യെരൂശലേമിലെത്തി. യോബാബ് ജനത്തെ എണ്ണിയതിന്റെ ആകത്തുക രാജാവിന് കൊടുക്കുന്നു. ആയുധപാണികൾ യോദ്ധാക്കൾ 8 ലക്ഷം, യഹൂദ്യർ 5 ലക്ഷം. 13 8 ലക്ഷവും 5 ലക്ഷവുമായ ഒരു കണക്ക് യോബാബ് രാജാവിന്റെ കൈകളിൽ കൊടുക്കുന്നു. തന്റെ ജോലി കഴിച്ചു,
യോബാബ് പോകുന്നു. എന്നാൽ അന്ന് രാത്രി സംഭവിച്ച ഒരു പ്രത്യേകമായ സാഹചര്യമാണ് ശമൂവേൽ പ്രവാചകൻ 2-ാം പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദർശകനായ ഗാദിനോട് ദൈവം തമ്പുരാൻ പറയുന്നു, നീ ചെല്ലണം, ഈ പറയുന്ന ദാവീദിന്റെ അടുക്കൽ, ഞാൻ സ്നേഹിച്ച, ഞാൻ വളർത്തിയ ദാവീദിന്റെ അടുക്കലേക്ക് നീ ചെല്ലണം. കാരണമുണ്ട്, ഇടയച്ചൊരുക്കനായി ഒന്നുമില്ലാത്ത അനുഭവങ്ങളിലൂടെ ഒരു കഴിവും പ്രാപ്തിയുമില്ലാത്ത ഒരു മനുഷ്യനായ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യനായ കുഞ്ഞിനെ ചെറുപ്പക്കാരനായി തെരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിപ്പാനായി ഒരു രാജാധികാരവും നൽകി കഴിഞ്ഞപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു കണക്ക് കൂട്ടലുകൾ ദാവീദിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഇവിടെ ഒരു വലിയ വിഷമത്തിന് കാരണമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവത്തിന്റെ തിരുമുൻപാകെ ഇരിക്കുമ്പോൾ നമ്മളുടേതാകുന്ന കണക്ക് കൂട്ടലുകൾ കൂട്ടിക്കിഴിച്ചും കണക്ക് കൂട്ടിയും ലാഭമോ എന്നെണ്ണി ലാഭത്തിന്റെ വഴിയിലാണോ ഞാൻ യാത്ര ചെയ്യുന്നത് എന്ന്, അത് ദൈനംദിന ജീവിതത്തിന് കാരണമാകുന്ന കണക്കൂട്ടലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പിന്നെയോ നമ്മുടെ കണക്ക് കൂട്ടലുകൾ ഏതെങ്കിലും രീതിയിൽ ദൈവമേ നിന്നെ മറന്നുള്ള കണക്ക് കൂട്ടലാണ് എങ്കിൽ, നിന്റെ ഹിതപ്രകാരമുള്ള കണക്ക് കൂട്ടൽ അല്ല എങ്കിൽ, ദൈവമേ ഇതുപോലെയുള്ള വിഷമത്തിൽ നമ്മൾ വീഴും എന്ന് പഴയ നിയമ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അത് മനസ്സിലാക്കുവാനായിട്ടാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഗാദ് വന്ന് പറയുന്നു, നിന്റെ മുമ്പിൽ 3 കാര്യം ഞാൻ വെക്കുക. ഇത് മനോഹരമായ ഒരു ചരിത്രമാണ്. 3 കാര്യം ഞാൻ വെക്കുക. ഇവിടെ പറയുന്ന 10-ാമത്തെ വാക്യം മുതൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അതിനുശേഷം ദാവീദ് രാവിലെ എഴുന്നേറ്റ് വേദനയോടുകൂടി പ്രഭാതത്തിൽ തന്റെ വാതിൽ തുറക്കുമ്പോൾ അതിപ്രഭാതത്തിൽ വന്ന് യഹോവയുടെ ദർശകനായി ഗാദ് നിൽക്കുകയാണ്. അങ്ങ് എന്തിനിവിടേക്ക് വന്നു? യഹോവയാ ദൈവം എന്നെ ചില ചുമതലകൾ ഏൽപ്പിച്ചു, ഞാൻ നിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നീ ചെന്ന് 3 കാര്യങ്ങൾ നിന്നോട് സംസാരിക്കണമെന്ന് ദൈവം എന്നോട് കൽപ്പിച്ചു, അതുകൊണ്ട് ഞാൻ നിന്റെ അടുക്കിലേക്ക് വരികയാണ്. പറയുന്ന പ്രകാരമാണ്, 1, നിന്റെ ദേശത്ത് 7 സംവത്സരം ക്ഷാമം വേണോ? 3 മാസം ശത്രുക്കൾ നിന്നെ പിന്തുടരണമോ? നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകണമോ? 7 സംവത്സരം ക്ഷാമം, 3 മാസം ശത്രുക്കൾ നിന്നെ ഓടിക്കണോ? 3 ദിവസം മഹാമാരി വേണോ? ദാവീദിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഗാദ് എന്ന് പറയുന്ന പ്രവാചകൻ, ദർശകൻ കടന്നു വന്നിട്ട് ദാവീദിനോട് അവന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ ആള് കൂടെയുള്ളവരുടെ എണ്ണം ലാഭമെന്ന് കണ്ട് സന്തോഷിക്കേണ്ട രാത്രിയിൽ, അയ്യോ ഞാനൊരു മഹാപാതകം പ്രവർത്തിച്ചോ എന്ന് ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ദൈവത്തിന്റെ ശ്രേഷ്ഠമായ അനുഭവത്തെ കണ്ട് ദൈവിക കൃപകൾ പ്രാപിച്ച ഭക്തനായ ദാവീദ് ഒരു പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയാണ് 3 പ്രതിസന്ധിയാണ് മുൻപിൽ വെച്ചിരിക്കുന്നത്. 7 സംവത്സരം നിന്റെ ദേശത്ത് ക്ഷാമം വേണോ? രാജാവിന് 7 സംവത്സരം ക്ഷാമം എന്ന് പറഞ്ഞാൽ പിന്നെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ദേശത്ത് നിന്ന് രാജിവെച്ച് പോയാൽ മതി. 3 മാസം ശത്രുക്കൾ നിന്നെ ഓടിക്കണമോ? എങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. അടുത്ത ശത്രു അല്ലെങ്കിൽ പ്രതിയോഗി തന്റെ രാജസ്ഥാനത്ത് കയറി യഹൂദയെയും ഇസ്രായേലിനെയും വഴിപിഴച്ച അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമുണ്ട്. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച് ജനത്തെ തള്ളിക്കളയുവാനായിട്ട് ഒക്കുമോ? 3 ദിവസം മഹാമാരി വേണോ? നമുക്കറിയാം, 3 മണിക്കൂർ പാലസ്തീൻ നാടുകൾ, ഗൾഫ് പ്രദേശങ്ങളിൽ മഴ പെയ്താൽ അവിടെ വെള്ളം ഒരുപാട് നിറയുമെന്ന് നമുക്കറിയാം. അപ്പോൾ 3 ദിവസത്തെ മഹാമാരി എന്ന് പറയുമ്പോൾ ജലമെല്ലാം, ജീവജാലങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3-ൽ എന്ത് തെരഞ്ഞെടുക്കുവാനായിട്ടൊക്കും? ഇവിടെ ദാവീദിനോട് ഗാദ് പറയുന്നു, ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് നീ തെരഞ്ഞെടുത്തു കൊള്ളുക. ദാവീദ് പറയുന്ന മറുപടിയാണ് ഞാൻ വായിച്ചത്. അയ്യോ, ഞാനൊരു വലിയ വിഷമത്തിലായിരിക്കുന്നു. അയ്യോ, ഞാനൊരു വലിയ വിഷമത്തിലായിരിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട്, നാം യഹോവയുടെ കയ്യിൽ വീഴുക, നാം യഹോവയുടെ കയ്യിൽ വീഴുക, നാം യഹോവയുടെ കയ്യിൽ വീഴുക. വീണ്ടും പറയുന്നു, വീഴുവാൻ കാരണം അവന്റെ കരുണ വലിയതാണ്. ഞാനൊരു വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാൻ വീഴേണ്ടത് യഹോവയുടെ കയ്യിലാണ്. കാരണം പറയുന്നു, അവന്റെ കരുണ വലിയതാണ്. കരുണ വലിയവനായതിന്റെ മുൻപാകെ ഞാൻ വീണേ മതിയാകൂ. എന്നിട്ട് പറയുന്നു, മനുഷ്യന്റെ കൈകളിൽ ദൈവമേ ഞാൻ വീഴരുത്. ഇവിടെ ദാവീദിന്റെ ഈ ചിന്താഗതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട 1, 2, 3, 4 കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് പങ്കിട്ട് എന്റെ ശുശ്രൂഷ ഞാൻ പൂർത്തീകരിച്ചു കൊള്ളുക.
ഒന്നാമതായി ദാവീദിൽ കാണുന്ന പ്രത്യേകമായ ചിന്താഗതി ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, he realized the mighty hand of God. ദൈവത്തിന്റെ കൈ ശക്തിയുള്ളതെന്ന് ദാവീദ് തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ കൈ ശക്തിയുള്ളതാണ്. തന്റെ ജീവിതത്തിൽ ഒരു വലിയ പാതകം ഞാൻ ചെയ്തു പോയി. നമുക്കറിയാം, ദാവീദിന്റെ ജീവിതാനുഭവങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ, താഴ്ചകൾ, ഉയർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഒരുപാട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ വീഴ്ച എന്ന് പറയുന്നത് കേവലം നാം നോക്കുമ്പോൾ സിമ്പിളാണ്. തന്നോട് കൂടിയുള്ള ഇസ്രായേൽ ജനത്തിന്റെ എണ്ണം ഒന്നെടുത്തു, യഹൂദ ജനത്തിന്റെ എണ്ണം ഒന്നെടുത്തു. തൽഫലമായി ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത, താൻ ഒന്നുമില്ലാതിരുന്ന അനുഭവത്തിൽ നിന്ന് നിന്നെ ഇത്ര വലിയവനാക്കിയവനായ ദൈവത്തെ നീ മറന്ന് നീ കണക്കെടുപ്പ് തുടങ്ങിയെങ്കിൽ പരാജയങ്ങൾക്ക്, യുദ്ധങ്ങൾക്ക്, മരണങ്ങൾക്ക് കാരണമാകുമെന്ന് ഇവിടെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ സമൂഹമേ, ഞാൻ നിങ്ങളുമായിരിക്കുന്നത് ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിലാണ്. ബലമുള്ള കരത്തിന്റെ കീഴിലാണ്. പ്രത്യേകമായിട്ട് അത് ഓർക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ശ്രേഷ്ഠമായ അനുഭവങ്ങളിലൂടെ ദാവീദ് തന്റെ ജനത്തെ നയിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദാവീദ് കാണുന്നുണ്ട്, യഹോവയുടെ കൈ ശക്തിയുള്ളതാണ്. വേഴെങ്ങും വീഴരുത്. ആധുനിക ലോകത്തിൽ ഇന്ന് മനുഷ്യന്റെ കരങ്ങളിൽ വീഴാനാണ് കൂടുതൽ താല്പര്യം. ചിലർക്ക് രഥങ്ങളിൽ, ചിലർക്ക് കുതിരകളിൽ, ചിലർക്ക് വ്യക്തിബന്ധങ്ങളിൽ, ചിലർക്ക് സൗന്ദര്യങ്ങളിൽ, ചിലർക്ക് സമ്പാദ്യങ്ങളിൽ, ചിലർക്ക് ചില കൂട്ടുകെട്ടുകളിൽ. അവന്റെ കഴിവ് ശക്തിയാണ് എന്ന് മുൻപോട്ട് പോകുമ്പോൾ അവിടെ അവന്റെ ആത്യന്തികമായ അവസാനം, അല്ലെങ്കിൽ ലക്ഷ്യമല്ല, അവസാനം പരാജയമായിരിക്കുമെന്ന് വ്യക്തമായിട്ട് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ശക്തിയോ നമ്മുടെ സമ്പത്തോ നമ്മുടെ കഴിവുകളോ നമുക്ക് പരാജയങ്ങളിൽ അല്ലെങ്കിൽ വീഴ്ചകളിൽ രക്ഷയാകില്ല. എന്റെ ദൈവത്തിന്റെ കൈ എന്നോടുകൂടി ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തനാണെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൈ ശക്തിയുള്ളതാണെന്ന് പരിപൂർണമായും ദൈവസന്നിധിയിലിരിക്കുന്നവർ നമ്മളൊക്കെയും രുചിച്ചറിഞ്ഞവരാണ്. അത് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതിന് മറ്റൊരു വേദഭാഗം നമുക്ക് കാണുന്നത് മനോഹരമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യോശുവ ന്യായാധിപനായ ജനത്തെ നയിച്ച, മോശയ്ക്ക് ശേഷം ജനങ്ങളെ കനാൻ നാട്ടിലേക്ക് നയിച്ച ഏറ്റവും ശ്രേഷ്ഠനായ ആ നേതാവ് ന്യായാധിപനായ യോശുവ പറഞ്ഞിരിക്കുന്നു, ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്നറിയണം. യഹോവയുടെ കൈ ശക്തിയുള്ളെന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയണം. അവിടെ ഈ ഭാഗം ഒന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം, 4-ാം അധ്യായം, ഇവയിൽ 3-ാം അധ്യായത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവത്തിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്നുമല്ല, മോശ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം യോശുവയാണ് തന്റെ ജനത്തെ കനാൻ നാട്ടിലേക്ക് നയിക്കേണ്ടവൻ. നയിക്കുവാനായി മുൻപോട്ട് പോകുമ്പോൾ യോർദാന്റെ സമീപം ചെല്ലുന്നു. യോർദാനെ കുറിച്ച് പറയുന്നു, അത് കൊയ്ത്ത് കാലമാകയാൽ ഇരു കരകളും കവിഞ്ഞൊഴുകുന്ന ഒരു വലിയ സന്ദർഭം. അവിടേക്ക് ഈ ജനവുമായി മുൻപോട്ട് ചെല്ലുമ്പോൾ യോശുവ ഒരു പ്രതിസന്ധിയില്ല. പഴയ നിയമ രാജാക്കന്മാരുടെയും ന്യായാധിപന്മാരുടെയും ജനത്തെ നയിച്ച ദൈവിക ദർശനമുള്ള പുണ്യമക്കളുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, പ്രതിസന്ധികളില്ലാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. പ്രതിസന്ധി നമ്മോട് കൂടിയുണ്ട്. യോശുവ ഇവിടെ പറയുന്നു, തന്റെ ജനവുമായി മുൻപോട്ട് കനാനിലേക്കുള്ള യാത്രാമധ്യേ കടന്നു വരുമ്പോൾ യോശുവ കാണുന്നു, തീരമെല്ലാം കവിഞ്ഞൊഴുകി ഒരു വലിയ പ്രളയത്തിന്റെ അനുഭവമാണ്. ഈ സമയം എങ്ങനെ അക്കരെ കടക്കും? പ്രതിസന്ധി പിന്നിലുമുണ്ട്. പല രീതിയിൽ പ്രതിസന്ധികൾ ഈ ഒന്നിച്ചു വരുന്ന 40,000-ഓളം വരുന്ന ഈ ജനസമൂഹങ്ങളെ ഒന്നിച്ചു നടത്തുവാൻ നമുക്കറിയാമല്ലോ. ഒരു പരുമല പദയാത്ര
ദൂരവേ നിന്നോ സമീപേ നിന്നോ ക്രമപ്പെടുത്തി മുൻപോട്ട് പോകുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയിലോ അല്ലെങ്കിൽ അതിന്റെ മുൻപിൽ നിന്ന് നയിക്കുന്നവർ എന്ന നിലയിലോ അവരെ ഒന്ന് നേരെ നടത്താനും മുൻപോട്ട് കൊണ്ടുപോകാനും പെടുന്ന പാട് പലയിടങ്ങളിലും നമുക്കറിയാം. അപ്പോൾ ഒരു ദിവസം മുഴുവനും 2 ദിവസം മുഴുവനും ഒക്കെ നടന്നു വരുമ്പോൾ കാൽ കുഴഞ്ഞ് അവിടെയും ഇവിടെയും ഒക്കെയും വിശ്രമിക്കുന്ന ഇരിക്കുന്ന പല രീതിയിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് അതല്ല, കാലങ്ങളായി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കാലങ്ങളായ പ്രതിസന്ധിയുടെ അനുഭവങ്ങളിലൂടെ ഒരു വശത്ത് ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു വശത്തേക്ക് അവർ തിരിഞ്ഞു പോകുന്നു. മറ്റൊരു വശത്ത് ചെല്ലുമ്പോൾ അവിടെ യുദ്ധങ്ങളാണ്. മറ്റൊരു ദേശത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഭക്ഷണമില്ല. മറ്റൊരു ദേശത്ത് ചെല്ലുമ്പോൾ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ല. എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ അവർക്ക് ആവശ്യങ്ങളിൽ അവരവരുടെ പ്രതിസന്ധിയിൽ സ്വർഗം തുറന്ന് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഇസ്രായേൽ മക്കളെ വഴി നടത്തുന്ന ദൈവമേ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്, വിസ്മരിക്കരുത്. കഷ്ടതകളുടെ തീച്ചൂളയിൽ കൂടി നടന്നപ്പോഴാണ് അവർക്ക് പകൽ മേഘസ്തംഭം ലഭിച്ചത്, രാത്രി അഗ്നിത്തൂണായി നിന്നത്, പ്രകാശമായി നിന്നത്. നമ്മുടെ പ്രതിസന്ധി നമ്മളിലേക്ക് കടന്നു വരുമ്പോഴേ ദൈവത്തിന്റെ കൈ ശക്തിയുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. സുഖമായി പോകുന്ന ഒരു മനുഷ്യന് പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകില്ല. രോഗമില്ലാത്ത ഒരു അവസ്ഥയ്ക്ക് രോഗത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. രോഗങ്ങൾ, പ്രതിസന്ധികൾ, സങ്കടങ്ങൾ, സന്താപങ്ങൾ, വേർപാടുകൾ ഇവയെല്ലാം കൂട്ടിച്ചേർന്നതാണ് മനുഷ്യജീവിതം. ഇവിടെ പ്രതിസന്ധികളിൽ പരിഹാരമായി ദൈവത്തിന്റെ കൈ ശക്തിയുള്ളതായി നമ്മെ നടത്തുന്നത് രുചിച്ചറിയുവാനായി ദൈവത്തിന്റെ മക്കൾക്ക് അനുഭവവേദ്യമാക്കുന്ന സാഹചര്യങ്ങളിൽ തളർന്നു പോകാതിരിക്കുവാനായി ഇവിടെ യോശുവ പറയുകയാണ്, ദാ നിങ്ങൾ പെരുവെള്ളത്തിന്റെ ഈ വലിയ വെള്ള സമൃദ്ധിയായിട്ട് ശക്തിയായിട്ട് ഒഴുകുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ പ്രതിസന്ധിയുടെ മുഖത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഭയചകിതരാകരുത്, തളർന്നു പോകരുത്. ഇവിടെ യോശുവ പറയുന്നുണ്ട്, പുരോഹിതന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ യഹോവയുടെ ജീവനുള്ള ദൈവത്തിന്റെ ദൈവപ്പെട്ടകം നിങ്ങളുടെ തോളിന്മേൽ വഹിക്കണം. തോളിന്മേൽ വഹിച്ചുകൊണ്ട് യഹോവയുടെ അഭിഷിക്തന്മാർ അവിടെ ഉള്ളങ്കാലുകൾ ഈ യോർദാനിൽ തൊട്ടപ്പോൾ ഈ 2 ഭാഗത്തേക്കും ജലം മാറ്റപ്പെടുകയാണ്. ഒരു ചിറ പോലെ നിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം. ഒഴുകി വരുന്ന കിഴക്ക് നിന്ന് ഒഴുകി വരുന്ന വെള്ളം ചിറ പോലെ നിൽക്കുകയാണ്. നമുക്കറിയാം, സുനാമി നടന്ന ദിനമാണ് ഇന്ന്. ഡിസംബർ മാസം 26-ാം തീയതി. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പേ നമ്മുടെ ചുറ്റുപാടും ആഞ്ഞുവീശിയ ദിനമാണെന്ന് ഇപ്പോഴും വാർത്തയിൽ കാണിക്കുമ്പോൾ ഒരു വലിയ തെങ്ങോളം ഉയരത്തിൽ തിരമാലകൾ ശക്തിയായിട്ട് അടിച്ച് പൊങ്ങിയിട്ട് ജനങ്ങളെയും കടകളെയും ജീവജാലങ്ങളെയും മുഴുവനും നക്കിത്തുടച്ച് സമുദ്രത്തിന്റെ അന്തർഭാഗത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇതാ ജലം ഉയർന്നിട്ടോ ജനത്തിന് നേരെ വരികയല്ല, അത് പത്തി പോലെ മതില് പോലെ 10 മടങ്ങായി ഉയരത്തിലേക്ക് നിൽക്കുന്നു. താഴെയുള്ള ജലമോ ഊർന്നു വാർന്ന് താഴേക്ക് ഒഴുകിപ്പോകുന്നു. ഇവിടെയാണ് ദൈവത്തിന്റെ കൈ ശക്തിയുള്ളതെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നും, അവരുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ, ചില മുള്ളുകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവമേ ഇത് എന്ത്? പല രീതിയിലുള്ള പ്രതിസന്ധികൾ അടിക്കടി ഉണ്ടായപ്പോൾ ചിലരെങ്കിലും ചോദിച്ചു, ദൈവമേ ഇത് എന്ത്? ഞാൻ ആരാധിക്കുന്ന ഈ ആരാധന സമൂഹത്തിന്റെ കുറവാണോ? ഞാൻ ആരാധിക്കുന്നതിൽ ഒരു തൃപ്തിയില്ലാഞ്ഞിട്ടാണോ? ഞാൻ ആരാധിക്കുന്ന ആരാധന അനുഭവങ്ങളിൽ എനിക്ക് ഒരു സമാധാനം കിട്ടാത്തതെന്ത് എന്ന് ചിലരെങ്കിലും ചോദിക്കും. അപ്പോൾ ചിലർ പറയും, നിങ്ങൾ കടന്നു വരിക, ചില വാഗ്ദാനങ്ങൾ നമുക്ക് തരും, ചില സന്ദർഭങ്ങൾ നമുക്ക് തരും, ചില നൊട്ടിനൊടുക്ക് കാര്യങ്ങൾ നമ്മുടെ വിളമ്പിത്തരും. നമ്മുടെ പ്രീ ഹിസ്റ്ററി ഒന്ന് ചെകഞ്ഞെടുത്തിട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംഭവ വികാസങ്ങളെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിലരെങ്കിലും ഓർക്കും, ഈ പറയുന്നത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന് ചിലർ വിചാരിക്കും. ചിലരെങ്കിലും ചിന്തിക്കും, ഈ കാണുന്നത് ദൈവത്തിന്റെ ദൂതാണെന്ന് ചിന്തിക്കും. അങ്ങനെ ചിലർ സത്യാരാധന അനുഭവങ്ങളെ വിട്ടിട്ട് അവനവന്റെ വഴിയിലേക്ക് മറ്റുള്ളവരുടെ പരിശ്രമത്താൽ ചില കെട്ടുകൾ ചെന്നപ്പെട്ടിട്ട് ഇപ്പോൾ തല പോലും ഉയർത്താതെ പല രീതിയിലുള്ള പ്രതിസന്ധിക്ക് അടിക്കപ്പെട്ടിട്ട് ചെന്നിടത്ത് നല്ലത് എന്ന് പറഞ്ഞു പോകുന്ന ചില ആരാധനാ വിഭാഗങ്ങളെ നാം കാണുമ്പോൾ ഓർക്കുക, ഇവിടെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ കരം ശക്തിയായിട്ട് നിന്നെ സംരക്ഷിക്കുവാൻ കൂടെയുണ്ട്. പക്ഷെ ആ പ്രതിസന്ധിയിൽ നീ തകരാതിരിക്കണം. അതുകൊണ്ടാണ് നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകുന്നതിനുമായ ഇയ്യോബ് എന്ന് പറയുന്ന ആ
ആ നല്ല മനുഷ്യനെ കുറിച്ച് പറയുന്നത്. എന്തിന്? ഇയ്യോബ് പറഞ്ഞു തന്റേതാകുന്ന ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിന്റെ രുചിച്ചറിഞ്ഞ അനുഭവങ്ങളെ കുറിച്ച് ഇയ്യോബ് പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ നമ്മൾ മറന്നു പോകരുത്. ശ്രേഷ്ഠനായ മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ, ദൈവത്തെ രുചിച്ചറിഞ്ഞ മനുഷ്യൻ, ദോഷം വിട്ടകന്ന് ജീവിച്ച മനുഷ്യൻ, ആർക്കും ഒരു വാക്കുകൊണ്ട് പോലും ഒരു ഉപദ്രവം ചെയ്യാത്ത മനുഷ്യൻ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെ കൊള്ളരുതാത്തവനെന്ന് ചിന്തിച്ചിട്ട് നീ ഇഷ്ടമില്ലാത്ത വഴിയിൽ നിൽക്കുന്നു, നിനക്ക് യാതൊരു നേട്ടവുമില്ല, നീ ആരാധിച്ചു വരുന്ന അനുഭവം എന്താ എന്ന് ചോദിച്ച് തന്റെ ഭാര്യ തന്നെ ചോദ്യം ചെയ്തപ്പോൾ നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ഇയ്യോബ് ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 10-11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുത കാര്യങ്ങളെയും ചെയ്യുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് പോകട്ടെ. പ്രത്യേകിച്ച് യോർദാന്റെ കരയിൽ കാണുന്ന ഒരു വലിയ മിറക്കിളാണിത്. കര കവിഞ്ഞൊഴുക യോർദാന്റെ ഒരു ഭാഗം ഇതാ മുകളിലേക്ക് ഉയരുന്നു. താഴെയുള്ള വെള്ളം വാർന്നു പോകുന്നു. ഉണങ്ങിയ സമതലം. യോശുവ തന്റെ ജനത്തെ മുൻപോട്ട് നയിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു, പിതാക്കന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ 12 പുരോഹിതന്മാർ യഹോവയുടെ ജീവനുള്ള ദൈവത്തിന്റെ നിയമപ്പെട്ടകം തങ്ങളുടെ ചുമലിലേറ്റുകൊണ്ട് അവരുടെ കാലുകൾ വെള്ളത്തിൽ തൊട്ടപ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്. ഇതാണ് പരിശുദ്ധ സഭയുടെ ആരാധനാനുഭവം. ഞാൻ പറഞ്ഞു വന്നതും ചേർന്ന് നിങ്ങൾ ചിന്തിക്കണം. അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് ദൈവിക ആരാധനയുടെ അനുഭവങ്ങളെ തിരസ്കരിക്കുവാനായിട്ട് വരുമ്പോൾ പൗരോഹിത്യം ദൈവിക ആരാധനയുടെ അനുഭവമാണ്. ആ പൗരോഹിത്യ അനുഭവങ്ങളിൽ ഞാനും നിങ്ങളും കാണുന്ന ശ്രേഷ്ഠമായ അനുഭവങ്ങളെ വിസ്മരിക്കരുത് എന്ന് കൂടി ഞാൻ ഈ ഭാഗം ഓർക്കട്ടെ. യോശുവ പറഞ്ഞു, പുരോഹിതന്മാരെ വിളിച്ചു, നിങ്ങളുടെ തോളുകളിൽ ഈ യഹോവയുടെ നിയമപ്പെട്ടകം വഹിക്കണം. ഈ നിയമപ്പെട്ടവുമായി യോർദാന്റെ ഉള്ളത്തിലേക്ക് അവരുടെ കാലുകളുടെ ഉള്ളം തൊട്ടപ്പോൾ വെള്ളം മാർന്നു പോകുന്നു. പക്ഷെ ചിറ പോലെ വെള്ളം നിൽക്കുന്നു. യോശുവ മുൻപിൽ പോകുന്നു, ജനമെല്ലാം അക്കരെ കടക്കുന്നു. അതിനുശേഷം ഈ ജനങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരും കടന്നു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാർ തങ്ങളുടെ തോളിൽ വഹിച്ചിരിക്കുന്ന യഹോവയുടെ നിയമപ്പെട്ടവുമായി കരയ്ക്ക് പ്രവേശിച്ചപ്പോൾ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യോശുവ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് 12 കല്ലുകൾ എടുക്കണം. ഈ 12 പുരോഹിതന്മാർ നിന്ന സ്ഥലത്ത് നിന്ന് ഈ യോർദാന്റെ ഉള്ളിൽ നിന്ന് 12 കല്ലുകൾ എടുത്ത് ഈ കരയിൽ നാട്ടണമെന്ന് പറഞ്ഞു. നാട്ടിക്കഴിഞ്ഞ് പലരും ചോദിച്ചു, എന്തിനാണ് ഈ 12 കല്ലുകൾ? ഞാൻ നിങ്ങൾ ഓർക്കണം, ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് 12 കല്ലുകൾ വിഴുന്നെടുത്തിട്ട് ഇത് കരയിൽ നാട്ടിയപ്പോൾ പലരും ചോദിച്ചു, എന്തിന് 12 കല്ലുകൾ? ഇതെന്നും ചോദിക്കുന്നുണ്ട്. എന്തിന് പൗരോഹിത്യം? എന്തിന് ശിഷ്യന്മാർ? എന്തിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത? എന്തിന് പരിശുദ്ധ പരമന തിരുമേനിയുടെ മധ്യസ്ഥത? ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ നമ്മെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. മറ്റൊന്നുമല്ല, ഇത് എടുത്തത് എന്തിന്? വരും കാലത്ത് നിങ്ങളുടെ മക്കൾ ചോദിക്കും, എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? അപ്പോൾ പറയണം, എന്താണ്? യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളോട്, മക്കളോട് പറയണം. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ ഞാൻ ചിന്തിക്കുവാൻ എടുത്ത ഭാഗം, യഹോവയുടെ കൈ ശക്തിയുള്ളത്. നമുക്കറിയാം, ഈ ജനം മുഴുവനും കടന്നു, പുരോഹിതന്മാരും കടന്നു, കല്ലുകളും എടുത്തു. കല്ലുകൾ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ജലം ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ശാന്തമായി പൂർവസ്ഥിതിയിലേക്ക് കടന്നു വരുന്നു. ഇത് ദൈവത്തിന്റെ കൃപ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ മക്കൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞുവല്ലോ, എന്തെല്ലാം പ്രതിസന്ധികളുടെ അനുഭവങ്ങൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, വേദനകളുടെ അനുഭവങ്ങൾ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ എന്റെ ദൈവത്തിന്റെ കൈ ശക്തിയുള്ളതെന്ന് മനസ്സിലാക്കണം. ഇവിടെ ദാവീദ് കണ്ടത് തന്നെയാ. ഞാനൊരു വലിയ വിഷമത്തിലായിരിക്കുന്നു. വിഷമങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല ലോകത്ത്. പ്രതിസന്ധികളില്ലാത്തവരായിട്ട് ആരുമില്ല ലോകത്ത്. നാം സ്നേഹിച്ച നമ്മുടെ ഉറ്റ സ്നേഹിതർ പോലും ചിലപ്പോൾ നമുക്ക് അതിപ്രതിയോഗിയായിട്ട് നിൽക്കും. അപ്പോഴോർക്കും, ഞാൻ ഇവനെയാണോ സ്നേഹിച്ചത്? ഞാൻ ഇവളെയാണോ സ്നേഹിച്ചത്? ചിലപ്പോൾ അത് മാതാപിതാക്കളാകാം, ചിലപ്പോൾ അത് മക്കളാകാം. ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ ജീവിതമാണ് നമ്മുടെ ജീവിതം. അവിടെ ദൈവത്തിന്റെ കൈ ശക്തിയുള്ളതെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രതിസന്ധി വരുമ്പോൾ മനുഷ്യന്റെ കയ്യിൽ വീഴരുത്. രുചിച്ചറിഞ്ഞ ദൈവിക സന്തോഷങ്ങളെ ഒരിക്കലും വിസ്മരിക്കരുത്. അത് വിട്ടിട്ട് മറ്റൊരിടത്ത് ചെന്നാൽ അത് ലഭിക്കുമെന്ന ചിന്താഗതി മനസ്സിൽ വരുമ്പോൾ
അത് വെള്ളത്തിന്മേൽ കടന്ന് ചാഞ്ചാടുന്ന ജീവിതത്തിന്റെ അനുഭവമാണെന്നുള്ള കാര്യം മറക്കരുത്. തൽഫലമായി ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാനൊരു വലിയ വിഷമത്തിലായി, ഞാൻ എവിടെ വീഴണം? യഹോവയുടെ കയ്യിൽ വീഴണം. യഹോവയുടെ കയ്യിൽ വീഴുവാൻ കാരണം ദാവീദ് മനസ്സിലാക്കി, അവന്റെ കൈ, ഇവിടെ പറയുന്നു, അത് ഏറ്റവും ബലമുള്ള കൈയാണ്. യഹോവയുടെ കൈ ബലമുള്ള കൈയാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു കാര്യം വിസ്മരിക്കരുത്. ഇത് പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് കൂദാശ ദിവസം ഓർക്കുമ്പോൾ ദൈവമേ നിറഞ്ഞു തിങ്ങി അതിശക്തമായ ഒരു അനുഭവമാണ് ഇവിടെ നടന്നത്. പരിശുദ്ധന്മാരുടെ പിതാക്കന്മാരുടെ കൈകളാൽ മൂറോൻ അഭിഷേകത്താൽ മുദ്രയിട്ട ഈ പുണ്യഭൂമിയിൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ശലോമോൻ ദൈവത്തിന്റെ ആരാധനാലയം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞ ഒരു മറുപടിയുണ്ട്, നമുക്ക് സുപരിചിതമാണ്. അവിടെ ഇപ്പോഴാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെയുണ്ട്. എന്റെ കണ്ണ്, ഹൃദയം എല്ലായ്പ്പോഴും ഇവിടെയുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ദൃഷ്ടി ഉറപ്പിക്കുന്നിടത്ത് എന്റെ ദൈവത്തിന്റെ കണ്ണുണ്ട്, ഹൃദയമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആലയത്തിലേക്ക്, യഹോവ ശുദ്ധീകരിക്കപ്പെട്ട ദിനത്തിലേക്ക്, പരിശുദ്ധമായ ദിനം ശാബത്ത് ദിവസം ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരണം, അവന്റെ മുൻപാകെ മുട്ടുമടക്കണമെന്ന് പറയുന്നത്. എല്ലാ സമയങ്ങളും കടന്നു വരുമ്പോഴും എന്റെ കർത്താവിന്റെ ഹൃദയവും കണ്ണും എവിടെയുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം തമ്പുരാൻ തന്ന കൃപകളെ കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തെ അളവില്ലാതെ സ്തുതിക്കണം. ഞാൻ പറഞ്ഞുവല്ലോ, ഈ പരിശുദ്ധമായ ഖബറിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ള ഒരു മാതാപിതാക്കളുടെ മകനാണ് ഞാൻ. അപ്പോൾ ഈ ദൈവകൃപ, ദൈവത്തിന്റെ അനുഭവമായി ധാരാളമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത് രുചിച്ചറിയുക ഞാനും നിങ്ങളും. ഓർക്കുക, എന്റെ ദൈവത്തിന്റെ കണ്ണും ഹൃദയവും ഇവിടെയുണ്ട്. നമ്മളെ കാണുന്നു, നമ്മളെ കേൾക്കുന്നു, നമ്മൾ യാചിക്കുന്ന എന്റെ ദൈവം തമ്പുരാൻ നമുക്ക് തരുന്നു. മറക്കരുത്, വിസ്മരിക്കരുത്. ആ കൈ ശക്തിയുള്ളത് എന്ന് ദാവീദ് രുചിച്ചറിഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ വീഴേണ്ടത് എന്റെ ദൈവത്തിന്റെ സന്നിധിയിലാണ്. വീണ്ടും ദാവീദിന്റെ ചിന്താഗതിയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്, പരിപൂർണമായ ഒരു സംരക്ഷണമാണ്. എല്ലാ തലങ്ങളിലും എല്ലായ്പ്പോഴും അവൻ പരിപൂർണമായി സംരക്ഷിക്കുന്നത് അവൻ കാണുകയാണ്. കാരണം ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നമ്മൾ ആദ്യോടന്തം വായിക്കുമ്പോൾ അറിയാം, സങ്കീർത്തനം 3-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, യഹോവേ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. യഹോവേ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. വീണ്ടും വായിക്കുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്നെ കുറിച്ച് പറയുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്നെ കുറിച്ച് പറയുന്നു. വീണ്ടും പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. സങ്കീർത്തനം 3, അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ദാവീദ് എഴുതിയ പാട്ട്, ദാവീദ് പാടിയ പാട്ട്, ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന. നീ എന്റെ പരിചയാണ്, നീ എന്റെ മഹത്വമാണ്, നീ എന്നെ പരിപൂർണമായും ചുറ്റും പരിചയായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ദാവീദ് തിരിച്ചറിഞ്ഞു. തന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്, തന്റെ ജീവിതത്തിൽ ഒരുപാട് യാത്രകളുള്ള പ്രതിസന്ധികൾ ഞാൻ പറഞ്ഞുവല്ലോ മുൻപേ. അപ്രകാരമുള്ള വഴികൾ കൂടി കടന്നു പോകുമ്പോൾ ഇവിടെ പറയുന്നു, ദാവീദ് തിരിച്ചറിഞ്ഞ ദൈവത്തെ കുറിച്ച് പറയുന്നു, അവൻ എന്നെ പരിപൂർണമായും സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ വേറെ എങ്ങും വീഴരുത്, യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ. നമുക്കിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു, ഇനിയും പുതുവർഷത്തിന്റെ ആരാധനാനുഭവത്തിലേക്ക് പ്രവേശിക്കുക. ബുധനാഴ്ച വൈകിട്ട് എല്ലാ ദേവാലയങ്ങളിലും ധ്യാനമുണ്ട്, മിഡ് നൈറ്റ് സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ ഏറ്റവും വെളുപ്പിന്
കുർബാനയുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും ക്രൈസ്തവ മക്കൾ ലോകം മുഴുവനും എല്ലായിടങ്ങളിലും ഒരുങ്ങുകയാണ്. ഒരു പുതുവർഷമുണ്ടോ? ഒരു സമാപനമുണ്ടോ? നമ്മളും ചിന്തിച്ച്. പക്ഷെ എന്നാലും നമ്മൾ ജനുവരി മാസം 1 എന്ന് പറയുന്ന ദിനത്തിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ഒരുങ്ങും. ആ ഒരുക്കത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ദൈവമേ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പുതിയ വർഷം അനുഗ്രഹകരമായി തീരണമേ എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷെ അതിന് പിന്നിൽ ഈ കഴിഞ്ഞ വർഷത്തെ 2014 നന്മകളെ ഒന്ന് ഓർക്കുവാനും ദൈവം ചൊരിഞ്ഞു തന്ന കൃപകളെ ഒന്ന് വർണ്ണിപ്പാനും ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഒന്ന് ഓർക്കുവാനും ബലഹീനതകളെ വന്നുപോയ പാപങ്ങളെ ഒന്ന് അനുദപിപ്പാനുമുള്ള സമയമായിട്ട് എന്നെ വേർതിരിക്കുന്നുവെങ്കിൽ അത് നല്ലതാണ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെയാണ്: ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കും. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിന്മേലിരിക്കും. ക്രിസ്മസിന്റെ സന്തോഷം അനുഭവിച്ച പ്രിയപ്പെട്ടവർ ദൈവത്തിന്റെ ആലയത്തിൽ ആരാധനയിൽ സംബന്ധിച്ചു, ദൈവകൃപ പ്രാപിച്ചു. ഇനി ന്യൂ ഇയറിലേക്ക് ദൃഷ്ടി വെക്കുമ്പോൾ ഈ വാക്യം മറന്നു പോകരുത്. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നീ പോകുന്നിടത്ത്, നീ പ്രവർത്തിക്കുന്നിടത്ത്, നീ ആയിരിക്കുന്നിടത്ത് യഹോവയുടെ ദൃഷ്ടിയുണ്ട്. ദൈവത്തിന്റെ ആലയത്തിൽ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും ഉണ്ട് എന്ന് ശലോമോനോട് ദൈവം കൽപ്പിച്ചപ്പോൾ ശലോമോനോട് ദൈവം പറഞ്ഞ ഒരു മറുപടിയുണ്ട്: നീ ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥന ഞാൻ കേൾക്കും, നിനക്ക് ഉത്തരം തരും. ഈ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്ന നാനാജാതി സമൂഹങ്ങൾ ഒരു കാര്യം അത് വിസ്മരിക്കരുത്. ഇവിടെ ദൈവത്തിന്റെ കണ്ണുണ്ട്, ദൈവത്തിന്റെ ഹൃദയമുണ്ട്. ദൈവം കേൾക്കുന്നു, ദൈവം കാണുന്നു, ദൈവം നമ്മളെ മനസ്സിലാക്കുന്നു. ആത്മാർത്ഥതയോടുകൂടി ഇവിടെ പ്രാർത്ഥന കഴിച്ചാൽ അതിന്റെ പ്രതിഫലം പരിപൂർണമായും ദൈവം തരും. അതുകൊണ്ടാണ് ശലോമോനോട് ദൈവം പറഞ്ഞത്, ഞാൻ നൽകിയിരിക്കുന്ന ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് ഇന്നത് ചെയ്താൽ നീ ചോദിക്കുന്നതെല്ലാം ഞാൻ ഇവിടെ വെച്ച് നിനക്ക് തരും. അതുകൊണ്ട് ഓർക്കുക, ദൈവത്തിൽ അധിഷ്ഠിതമായി ദൈവാരാധനയായി ദൈവകൃപയോടെ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ ഒരു കാര്യം പറയുകയാണ്: ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ ദൃഷ്ടി അതിന്മേലുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിന്മേലും ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവം ശുദ്ധീകരിച്ച ശലോമോനാൽ നിർമ്മിക്കപ്പെട്ട് ദൈവം ശുദ്ധീകരിച്ച ആലയങ്ങളാണ് എല്ലാ ആലയങ്ങളും. യെരൂശലേം ദേവാലയം പോലെ എല്ലാ ആലയങ്ങളും. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ മാമോദിസ തൊട്ടിയുടെ ഉള്ളിൽ ഏറ്റവും ശ്രേഷ്ഠമായി കൈകളിൽ വഹിച്ച മാതാപിതാക്കൾ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ ബലിപീഠത്തിന് മുമ്പാകെ കൊണ്ടുവന്ന് സമർപ്പിക്കപ്പെട്ട് ദൈവിക ആരാധനയുടെ അനുഭവത്തിന്റെ ശ്രേഷ്ഠമായ നിറകുടമായ മകുടമായ അനുഭവത്തിൽ ഈ മാമോദിസ തൊട്ടിയിൽ മുക്കി കഴുകി ഉയർത്തപ്പെട്ടപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ദൈവത്തിന്റെ മന്ദിരത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന്മേലിരിക്കും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. ചിലരെങ്കിലും ഓർക്കും, ചില സമയത്ത് നമ്മളെ ദൈവം കാണുന്നില്ലെന്ന. അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ഒരുപാട് അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ അയ്യോ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട് എന്ന് ദൈവസന്നിധിയിൽ നമ്മൾ മുറയിടുമ്പോൾ ഓർക്കുക, എപ്പോഴും ദൈവത്തിന്റെ കണ്ണ് നമ്മളുടെ മേലുണ്ട്, ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. ആ ദൈവം നമ്മളെ വീഴ്ചയിൽ താങ്ങുവാനായി തയ്യാറുള്ളവനാണ്. പ്രതിസന്ധിയിൽ അവന്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൈനീട്ടി നമ്മളെ സ്വീകരിക്കുന്നവനാണ്. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്, നമ്മെ കരുതുന്നവനാണ്. ആ ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ ഇവാനിയോസ് തിരുമേനി, കോട്ടയം ഭദ്രാസനത്തിന്റെ പരിശുദ്ധനായ തിരുമേനി എന്ന് വിശേഷിപ്പിക്കാം. ആ പിതാവ് സെമിനാരിയിൽ ഞങ്ങളെ ക്ലാസ് എടുത്തപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞ ഒരു കഥ, അത് പലയിടങ്ങളിലും പലരും സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞ ഞാൻ പലപ്പോഴും അത് ഓർക്കാറുണ്ട്, പറയാറുണ്ട്. ഏറ്റവും ശ്രേഷ്ഠതയോടുകൂടി ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുന്ന ഒരു വൃദ്ധയായ അമ്മച്ചി, എത്ര വയ്യായെങ്കിലും
എത്ര വയ്യായെങ്കിലും ദൈവത്തിന്റെ ആരാധനയിൽ സംബന്ധിക്കണം, അവനെ ഒന്ന് കാണണം. പല അമ്മച്ചിമാരും പറയാറുണ്ട്, എത്ര ചെന്നാലും എത്ര താമസിച്ച് ചെന്നാലും വിശുദ്ധ കുർബാന പടിഞ്ഞാട്ടെടുത്ത് വരുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനെ ഒന്ന് കാണുവാനൊരു അവസരം എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ അതിൽ കൂടുതലായിട്ടൊന്നുമില്ല എന്ന് പറയാറുണ്ട്. തിരുമനസ്സുകൊണ്ട് പറഞ്ഞ കഥ ഇങ്ങനെയാണ്. അമ്മച്ചി എപ്പോഴും ദേവാലയത്തിലേക്ക് വരുന്ന അമ്മച്ചിയാണ്. ഏറ്റവും ആദ്യം ദേവാലയത്തിൽ വന്ന ആരാധനയിൽ സംബന്ധിക്കുന്ന വൃദ്ധയായ അമ്മച്ചി. അമ്മച്ചിയുടെ മക്കളൊക്കെ നാട്ടിലില്ല, എല്ലാവരും പുറത്താണ്. അമ്മച്ചിയും വീട്ടിൽ വളർത്തുന്ന ഒരു വളർത്തുനായും മാത്രമേ ഉള്ളൂ. രാവിലെ അതിപ്രഭാതത്തിങ്കൽ ലോക്ക് ചെയ്യുന്നു. എല്ലാ ദിവസവും ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്നു. ഒരു ദിവസം ആരാധനയിൽ സംബന്ധിച്ചിട്ട് അമ്മച്ചി എല്ലാ ദിവസവും കുർബാന അനുഭവിക്കും. ആരാധനയിൽ സംബന്ധിച്ചിട്ട് മടങ്ങി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ വീടിന്റെ മതിലിനോട് ചേർന്ന ഒരു കൊച്ചു വീടുണ്ട്. അവിടെയുള്ള ചില മനുഷ്യർ വളരെ ആക്രോശമായിട്ടാണ് അമ്മച്ചി എതിരേൽക്കുന്നത്. അമ്മച്ചി ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരുപാട് പള്ളുകൾ പറയുന്നു. അവരുടെ കയ്യിൽ ഒരു ആട്ടിൻകുട്ടിയുണ്ട്, അത് ചോര വാർന്ന് ജീവനുള്ള പടയുന്ന രീതിയിൽ നിർത്തിയിരിക്കുന്നു, അല്ലെ കൈകൾ വഹിച്ചിരിക്കുന്നു. ഇതിനെയും കൊണ്ട് അമ്മച്ചിയുടെ നേരെ ഒരു ആക്രോശം. അമ്മച്ചി ഓടി അങ്ങ് കയറി അകത്തോട്ട് കയറാൻ നിർത്താൻ ഗേറ്റ് തുറന്നു കിടക്കുന്നു. പോയപ്പോൾ ഗേറ്റ് പൂട്ടിയില്ല എന്ന് അമ്മച്ചിക്ക് മനസ്സിലായി. നോക്കിയപ്പോൾ താൻ വളർത്തുനായുടെ കൂട് തുറന്നു കിടക്കുന്നു, അത് പൂട്ടാൻ വിട്ടുപോയി. അമ്മച്ചിക്ക് ആകെ അങ്കലാപ്പായി. അമ്മച്ചി നിസ്സഹയായി അവരെ നോക്കി. പക്ഷെ അവരെല്ലാം കൂടെ വളരെ ആക്രോശിച്ച് ഒരുപാട് അമ്മച്ചി ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരുപാട് അനാവശ്യങ്ങൾ അമ്മച്ചി പറഞ്ഞു. അമ്മച്ചി ചുറ്റുപാട് നോക്കിയപ്പോൾ ഒത്തിരി പേര് നോക്കുന്നുണ്ട്. അമ്മച്ചി മനസ്സിൽ കരുതി, ദൈവമേ, ഞാൻ പോയത് ദൈവത്തിന്റെ ആലയത്തിലാണല്ലോ, ഞാൻ പോയത് വിശുദ്ധ കുർബാന അനുഭവിക്കാനാണല്ലോ, പക്ഷെ തിരിച്ചു വന്നപ്പോൾ കിട്ടിയത് ഇതാണല്ലോ. അവസാനം ഒത്തിരി അങ്ങ് ഇത് പറഞ്ഞപ്പോൾ അമ്മച്ചി കൊടുത്തത് ഒറ്റ മറുപടിയേ ഉള്ളൂ. അമ്മച്ചി സംഭവിച്ചതൊക്കെ തെറ്റാണെന്നറിയാമെങ്കിലും അമ്മച്ചിക്ക് അങ്ങോട്ട് സഹിക്ക വയ്യാതെ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ. തിരുമേനി അത് പറയുമ്പോൾ ഊറിച്ചിരിക്കുമായിരുന്നു. ഞാന് പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, കുർബാന അനുഭവിച്ചതേ ഉള്ളൂ, 4 മണി കഴിഞ്ഞ് നീ പറഞ്ഞതിൻ്റെ ഒക്കെ ഇരട്ടി ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം. ഇത് ഒരു ഹാസ്യമായ ഒരു ചിന്താഗതി അല്ല. ഹാസ്യമെന്ന് തോന്നാമെങ്കിലും പ്രത്യേകമായിട്ട് ഓർക്കുക, ചില സമയത്ത് നമ്മൾ ഓർക്കും, കുർബാന അനുഭവിച്ചു കഴിഞ്ഞു, ആ സമയത്ത് ഇച്ചിരി ഡീസന്റ് ആയിരിക്കണം. കുർബാന അനുഭവിക്കുവാനായിട്ട് ആ സമയത്ത് അല്പം ഡീസന്റ് ആയിരിക്കണം, ഒരുക്കമായിരിക്കണം. എന്നാൽ ഇതൊക്കെ കഴിയുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവനവനെ പരിശോധിക്കുക. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിന്മേലിരിക്കും. നിന്റെ ദേശത്തിന്മേലിരിക്കും, നിന്റെ ഭവനത്തിന്മേലിരിക്കും, നിന്റെ മേലിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് ഓർക്കുക, അതിപരിശുദ്ധമായ പരിശുദ്ധ കുർബാന അനുഭവങ്ങളിലേക്കൊക്കെയും കടന്നു വരുമ്പോൾ എന്റെ ദൈവമേ, നീ എന്നിലെപ്പോഴുമുണ്ട്, നീ എന്നിലെപ്പോഴുമുണ്ട്. നീ എന്നെ കാണുമ്പോൾ ഞാൻ നിന്നെ കാണണം. പലപ്പോഴും നമ്മെ ദൈവം കാണുന്നുണ്ട്, ദൈവത്തെ കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ എൻ്റെ വാക്കുകൾ ഞാൻ എൻ്റെ അടുത്ത പോയിന്റിലേക്ക് തിരിയട്ടെ. ഇവിടെ ദാവീദ് പറയുന്നു, ദാവീദ് മനസ്സിലാക്കുന്നു, യഹോവ പരിപൂർണമായും എന്നെ സംരക്ഷിക്കുന്നു, യഹോവ പരിപൂർണമായും എന്നെ കാണുന്നു, യഹോവ പരിപൂർണമായും എന്നെ മനസ്സിലാക്കുന്നു. ഒരു ന്യായവാദങ്ങളൊന്നും ദൈവത്തിന്റെ സന്നിധി ചോദിക്കുന്നില്ല. ദൈവത്തോട് ചോദിക്കുന്നില്ല, യഹോവേ, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഒരു ചെറിയ തെറ്റല്ലേ ചെയ്തുള്ളൂ, എന്റെ കൂടെയുള്ള യഹൂദന്മാരെത്ര, അതോടൊപ്പം തന്നെ ഇസ്രായേൽ എത്ര എന്നൊരു സംഖ്യയുടെ അറിവല്ല ഞാൻ ചോദിച്ചുള്ളൂ. ന്യായവാദങ്ങൾ ഒന്നുമില്ല. ഇന്ന് എന്തു ചെയ്താലും അതിൽ ഉത്തരം കണ്ടെത്തുന്നവരാണ് ഞാനും നിങ്ങളും. നോമ്പ്, ഉപവാസം, ദൈവാലയവുമായുള്ള ബന്ധം, ആരാധനാ ബന്ധം, ഇതിലൊക്കെയും പല തിരക്കുകൾ കൊണ്ട് നമ്മുടെ കടപ്പാടുകൾ വിട്ടിട്ട് അതിൽ അങ്ങനെയൊക്കെ ഉണ്ടോ, മനുഷ്യനല്ലേ എന്ന ചിന്തയിൽ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ കാഴ്ചയ്ക്ക് നമ്മൾ മറയുന്നുണ്ടോ എന്ന് സാവകാശമായിട്ട് ചിന്തിക്കണം. ഇവിടെ ഞാനും നിങ്ങളും കാണുന്ന ശ്രേഷ്ഠമായ ഭാഗം, പ്രത്യേകിച്ച് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം പുസ്തകം 24-ാം അധ്യായം അതിന്റെ 14-ാം വാക്യമാണ് ഞാൻ ചിന്തയ്ക്കാധാരമാക്കിയത്. യഹോവേ, ഞാനൊരു വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാനൊരു വലിയ വിഷമത്തിലായിരിക്കുന്നു. പറയുന്നു എന്താണ്?
നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ. ഇതാണ് ഞാൻ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുവാനായി എടുത്ത വേദഭാഗം. ഞാൻ യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ. ശേഷം പറയുന്നു, ഞാൻ മനുഷ്യന്റെ കയ്യിൽ വീഴരുത്. ഞാൻ പറഞ്ഞു, ഒന്നാമതായിട്ട് യഹോവയുടെ കൈ ശക്തിയുള്ളതാണ്, ബലമുള്ളതാണ്. മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. അത് ദാവീദ് മനസ്സിലാക്കുന്നു. ഡിവൈൻ പ്രൊട്ടക്ഷൻ, യഹോവയുടെ സംരക്ഷണം പരിപൂർണമായി ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള സംരക്ഷണം ഈ ദാവീദ് മനസ്സിലാക്കുന്നു. ഞാനും നിങ്ങളും യഹോവയുടെ കൈ ബലമുള്ളതെന്നും യഹോവയുടെ സംരക്ഷണം ഒരു പരിപൂർണമായും നമ്മളിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും വിസ്മരിക്കുവാൻ ഇടയാകരുത്. വീണ്ടും നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ദാവീദ് ഗാദിനോട് പറയുന്നു. അതിനുശേഷം രാവിലെ 15-ാം വാക്യം വായിക്കുമ്പോൾ, രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ച് ദാൻ മുതൽ ബെർശേബ വരെ ജനത്തിൽ 70,000 പേര് പട്ടുപോയി. ജനത്തിലെ 70,000 പേര് ഒരു ചെറിയ തെറ്റുമൂലം സംഭവിച്ച ഒരു മഹാവിപത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നു. 15-ാമത്തെ വാക്യത്തിൽ ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായം 15-ാമത്തെ വാക്യം, രാവിലെ മുതൽ വൈകുന്നേരം വരെ 70,000 പേരെ കശാപ്പ് ചെയ്യുന്നു സംഹാരദൂതൻ. ഒരു നിസ്സാര തെറ്റ്. ദൈവം സ്നേഹിച്ച ഒരു മനുഷ്യൻ, ദൈവത്തെ രുചിച്ചറിഞ്ഞ ഒരു മനുഷ്യന്റെ കൈകളിൽ വന്ന ഒരു നിസ്സാര തെറ്റ് പോലും നിരപരാധികളായ 70,000 പേര് പട്ടുപോകുന്നത് ഞാനും നിങ്ങളും ഈ ഭാഗത്ത് കാണുന്നു. തൽഫലമായി ഇവിടെ പറയുന്നുണ്ട്, യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈനീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. ജനത്തിൽ നാശം ചെയ്യുന്നതിന് ദൂതനോട് മതി, നിന്റെ കൈ പിൻവലിക്കാൻ കൽപ്പിച്ചു. അനന്തരം യഹോവയുടെ ദൂതൻ യെബൂസായ നരവനോട് മെതിക്കളത്തിനരികെയായിരുന്നു. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് 17-ാമത്തെ വാക്യം, വിശുദ്ധ വേദപുസ്തകം ഭവനത്തിൽ ചെന്ന് ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായം ആദ്യം മുതൽ ഒന്ന് വായിക്കണം. ജനത്തെ ബാധിക്കുന്ന ഈ സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് പറയുന്ന ഒരു വാക്യം ആണ് പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കൂദാശകളിൽ ഒന്നാണ് വിശുദ്ധ കുംഭസാരം. അദ്ദേഹം മനസ്സിലാക്കുകയാണ് യഥാർത്ഥമായ ഒരു കുംഭസാരം. ഇവിടെ പറയുന്ന വാക്ക് 17-ാമത്തത്, ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്ത് തെറ്റ് ചെയ്തു, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്ത് തെറ്റ് ചെയ്തു. ഒരു സിമ്പിൾ, ഏറ്റവും ചെറുതെന്ന് നാം വിചാരിക്കുന്ന ഒരു തിന്മ ദൈവസന്നിധിയിൽ വലിയതായിട്ട് ദൈവം കണക്കിട്ടു. തൽപരമായി ഇവിടെ കാണുന്നു 70,000 ജനങ്ങൾ പട്ടുവീഴുന്നു, മരണപ്പെടുന്നു. ഇത് കണ്ടുകൊണ്ട് ദാവീദ് നിലവിളിക്കുകയാ, അയ്യോ ഈ ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തു, ഞാനല്ലോ യഹോവേ പാപം ചെയ്തത്, ഞാനല്ലോ യഹോവേ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്ത് തെറ്റ് ചെയ്തു. പരിശുദ്ധമായ അനുഭവങ്ങളിൽ, ആരാധന അനുഭവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയോടുകൂടി അതിപരിശുദ്ധമായ ഒരു ആരാധന അനുഭവം നമുക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അവിടെ ശ്രേഷ്ഠമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ അനുതാപമുള്ള ഒരു കുംഭസാരം നമുക്കുണ്ടാകണം. പലപ്പോഴും ഇന്ന് അഹങ്കാരം മനസ്സതിന് അനുവദിക്കുന്നില്ല. കുർബാനക്രമ പുസ്തകത്തിൽ പകല് കഴിഞ്ഞ് കുംഭസാരത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കുംഭസാരിക്കണമെന്ന്, എങ്ങനെ ദൈവത്തോട് കുറവുകൾ ഏറ്റുപറയണമെന്ന്, എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണമെന്ന് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പലപ്പോഴും പരിശുദ്ധ സഭയുടെ അനുഭവത്തിൽ ഹൂസോയോ എന്ന ഒരു പ്രക്രിയ കടന്നു വന്നതുകൊണ്ട് എല്ലാം ദൈവത്തോട് സംസാരിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. എന്നാൽ അനുതാപത്തോടെ സത്യകുംഭസാരം നടത്തി കണ്ണുനീരിനെ ദൈവത്തിന്റെ സന്നിധിയിൽ കഴുകിക്കളയുന്ന ഒഴുക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർ കുംഭസാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു പരിപൂർണമായ പുതുക്കത്തോടു കൂടിയാണ്, ശക്തിയോടുകൂടിയാണ് എഴുന്നേൽക്കുന്നത്. അത് രുചിച്ചറിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ, അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഇവിടെ ദാവീദ് തനിക്ക് നേരിട്ട് പ്രതിബന്ധത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയോട് കാണുന്നത് മറ്റൊന്നുമല്ല, വേറെ എങ്ങും എനിക്ക് ആശ്രയമില്ല. അതുകൊണ്ടാണ് ദാവീദ് ആദ്യം പറഞ്ഞ, ഞാൻ
മനുഷ്യന്റെ കയ്യിൽ വീഴരുത്. വേണമെങ്കിൽ തന്നോടുള്ള യുദ്ധസന്നാഹങ്ങളുമായി പുറപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനായിട്ട് ആഹ്വാനം ചെയ്യാം, തിന്മയുടെ കരങ്ങളെ കൂടെ വരുത്താം. പക്ഷെ അവിടെയല്ല. ആത്മീയ അനുഭവങ്ങളുടെ ഭക്തിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുക, ഞാനാണ് കുറ്റം ചെയ്തത്, ഞാനാണ് തെറ്റ് ചെയ്തത്. ഈ ആടുകൾ, തന്റെ ജനങ്ങൾ എന്നല്ല പറയുന്നത്, ഈ ആടുകൾ എന്ത് തെറ്റ് ചെയ്തു, ഈ ആടുകൾ എന്ത് തെറ്റ് ചെയ്തു ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഓർക്കുക, ഓരോ കുടുംബത്തിന്റെയും പിതാവ് മാതാവ് എന്ന നിലയിൽ, ഓരോ സമൂഹത്തിന്റെയും ഉത്തരവാദികൾ എന്ന നിലയിൽ ചില ചുമതലകൾ എനിക്ക് നിങ്ങൾക്കും തന്നിട്ടുണ്ട്. അത് പൗരോഹിതന്മാർക്കായാലും അയ്മേനികൾക്കായാലും തന്നിട്ടുണ്ട്. അവിടെ ദൈവമേ ഏതെങ്കിലും രീതിയിലുള്ള തിന്മകരമായ പ്രവർത്തനങ്ങളിൽ ചില സംഹാര ദൂതൻ കടന്നു വരുമ്പോൾ ആർക്കെങ്കിലുമായിട്ട് എനിക്ക് ഇല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അവിടെ അനുതാപത്തോടെ ഓരോ ദിനങ്ങളിലും ദൈവത്തിന്റെ തിരുമുൻപാകെ കടന്നു വന്നിട്ട്, ദൈവമേ ഞാൻ മൂലം, എന്റെ പ്രവർത്തനങ്ങൾ മൂലം എന്റെ തലമുറകൾക്ക്, എന്റെ പ്രിയപ്പെട്ടവർക്ക്, എന്റെ സമൂഹത്തിന് എന്തെങ്കിലും കുറവുകൾ, ദൈവമേ എന്തെങ്കിലും സംഹാര അനുഭവങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ, ദൈവമേ ദൈവത്തിന്റെ തിരുമുൻപാകെ ഏറ്റുപറയേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധ സഭയുടെ ആരാധന അനുഭവമാണ് പരിശുദ്ധ കുമ്പസാരം. ഇവിടെ 17-ാമത്തെ വാക്യം ഒന്നുകൂടെ മനസ്സിരുത്തി വായിക്കുമ്പോൾ മനസ്സിലാകും, ഞാനാണ് പാപം ചെയ്തത്, ഞാനാണ് തെറ്റ് ചെയ്തത്. ഈ ആടുകൾ എന്ത് തെറ്റ് ചെയ്തു? തൽഫലമായി വീണ്ടും ദാവീദ് പറയുകയാണ്, നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ, ഈ ആടുകൾ എന്നെ ഉപദ്രവിക്കരുതേ. യഥാർത്ഥമായ ഒരു സമർപ്പണത്തിന്റെ ആരാധനയുടെ അനുഭവങ്ങളെ നമ്മൾ ഇവിടെ കാണുകയാണ്. അതുകൊണ്ടാണ് 32-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ ദാവീദ് തന്നെ സാക്ഷിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചു വെച്ചില്ല. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഞാൻ എന്റെ ലംഘനങ്ങളെ നിന്നോട് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് ദാവീദ് തന്നെ പറയുന്ന ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ്. 32-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം ക്ഷമിച്ചും മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന് ദാവീദ് പറയുന്നു. കാരണം രുചിച്ചറിഞ്ഞ ദൈവത്തിന്റെ മഹാത്മ്യതയാണ്, രുചിച്ചറിഞ്ഞ ദൈവത്തിന്റെ ശ്രേഷ്ഠതയാണ്. എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ അനുഭവങ്ങളിൽ എന്റെ കർത്താവ് പാപിനിയായ സ്ത്രീയോട് സംസാരിക്കുന്നതിന് മുമ്പായി ഒരു സമൂഹത്തോട്, കല്ലെറിയാൻ വന്നവരോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ കല്ലെറിയട്ടെ. പക്ഷെ എന്റെ തമ്പുരാൻ നിലത്ത് കൈവിരലുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. പാപിനിയായ സ്ത്രീയുടെ ഹൃദയം ത്രസിച്ചു, അനുതപിച്ചു, ലോലമായി. എന്നിട്ട് അവൾ ചെയ്ത കുറ്റങ്ങൾ മുഴുവനും എന്റെ കർത്താവ് നിലത്തെഴുതി അവളെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് പറയാണ്, നിന്റെ പാപം ക്ഷമിച്ചു, നീ ഇനിയും പാപം ചെയ്യരുത്. ഇവിടെ ശ്രേഷ്ഠമായ ഒരു അനുതാപത്തിന്റെ അനുഭവമാണ്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ, ദൈവസ്വരൂപമായിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ദൈവമേ, പുതിയ വർഷത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പുതുവർഷ ജാഗരണമല്ല ഇത് എങ്കിൽ തന്നെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. 2014 നമ്മൾ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ദൈവമേ എന്റെ വാക്കുകൾ മൂലം ആർക്കെങ്കിലും ഞാൻ വേദനയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഹൃദയത്തെ ഞാൻ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും അരുതാത്തത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ലംഘനകരമായ അനുഭവങ്ങളിൽ, തിന്മകരമായ സാഹചര്യങ്ങളിൽ ആർക്കെങ്കിലും ദൈവമേ വേദനയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, തമ്പുരാനെ നിന്റെ ദുരുസന്നിധിയിൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പാപങ്ങൾ നീ എന്നോട് കണക്കിടരുത്, അത് ക്ഷമിക്കണം. ഞാൻ മൂലം, എന്റെ തിന്മ മൂലം, ഞാൻ പ്രവർത്തിച്ച അതിക്രമം മൂലം മറ്റൊരാൾക്ക് തിന്മകരമായ സാഹചര്യം നീ കൊടുക്കുവാൻ ഒരിക്കലും ദൈവമേ ഇടയാകരുത് എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇവിടെ ദാവീദ് ദൈവത്തിന്റെ തിരുമുൻപാകെ തന്റേതാകുന്ന സമർപ്പണം നടത്തുന്നത് നമ്മൾ കാണുന്നു. എന്താണ്? ഞാനല്ലോ യഹോവയെ പാപം ചെയ്തത്, ഞാനല്ലോ യഹോവയെ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്ത് തെറ്റ് ചെയ്തു. പുതിയ നിയമഭാഗത്ത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 9 മുതൽ 14 വരെയുള്ള ഭാഗത്ത് 2 പ്രിയപ്പെട്ട വ്യക്തികളെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് ഉപമയായിട്ട് പറയുന്നുണ്ട്.
ഒന്ന് പരീശനും ഒന്ന് ചുങ്കക്കാരനും. സുപരിചിതമായ ചില വേദഭാഗങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഈ ബലഹീനമായ അനുഭവങ്ങൾ, ബലഹീനമായ എന്റെ വാക്കുകളല്ല. ദൈവത്തിന്റെ ദൃശ്യം നമുക്ക് ഒന്നായിട്ടിരുന്ന് ധ്യാനിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും ദൈവം സംസാരിക്കുന്നു. പരീശന്റെയും അതോടൊപ്പം തന്നെ ചുങ്കക്കാരന്റെയും ഒരു അനുഭവത്തെ കുറിച്ച്. ദൈവത്തിന്റെ ദൃശ്യത്തിൽ ഭക്തിയുടെ നിഗളം ഒരിക്കലും ദൈവം അനുവദിപ്പിക്കപ്പെടത്തില്ല. അനുതാപമില്ലാതെ ദൈവസനിൽ ആരാധിക്കുവാൻ കടന്നു എന്നാൽ, ദൈവസനിൽ അനുതാപത്തിന്റെ വഴിയില്ലാതെ കടന്നു എന്നാൽ ദൈവം ആരാധന സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ പറയുന്നത്, രണ്ടുപേർ പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് ചെന്നു. ഒരുത്തൻ ചുങ്കക്കാരൻ, ഒരുത്തൻ പരീശൻ, മറ്റൊരുത്തൻ ചുങ്കക്കാരൻ. പരീശനോ നിന്നുകൊണ്ട് പറയുന്ന പ്രാർത്ഥന ഇതാണ്: ദൈവമേ, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ പ്രസാരം കൊടുക്കുന്നുണ്ട്, ഞാൻ രോഗികളെ ചെന്ന് കാണുന്നുണ്ട്, ഞാൻ എന്റെ സംഭാവന കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവരൊന്നും ചെയ്യുന്നത് പോലല്ല, വളരെ ഭംഗിയായിട്ട് നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് ദൈവമേ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ ദേവാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവസാനം ഒരു കാര്യം കൂടി അവൻ പറഞ്ഞു: ഭക്തിയുടെ നിഗളത്തിൽ ചില അധാർമികത കടന്നു വരുന്നുണ്ട് എന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കും. ഇല്ല നിൽക്കുന്നവനെ പോലെയല്ല. ഏത് വിഭാഗത്തിലായിക്കൊള്ളട്ടെ, ഏത് സഭയിലായിക്കൊള്ളട്ടെ, ഏത് ആരാധനാനുഭവത്തിലായിക്കൊള്ളട്ടെ, ചിലരെങ്കിലും സ്വയം അഹങ്കരിക്കും. ഞാൻ എന്റെ സഭയ്ക്ക് വേണ്ടി, ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി, ഞാൻ എന്റെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ, എന്നിട്ട് നമ്മൾ അഭിമാനത്തോട് പറയും ഇല്ല അവനെ പോലെയല്ല എന്ന് പറയും. ഇവിടെയാണ് ഭക്തിയുടെ വേഷത്തെ ദൈവം തമ്പുരാൻ ഇഷ്ടപ്പെടാത്ത അനുഭവത്തിലേക്ക് നമ്മൾ വേർതിരിക്കുന്നുണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നിഗളത്തിന്റെ ഭാവത്തോട്, അനുതാപത്തിന്റെ ശബ്ദമില്ലാതെ, അനുതാപത്തിന്റെ സ്വരമില്ലാതെ, കണ്ണുനീരിന്റെ അനുഭവമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നാൽ നിന്റെ അനുഭവം അല്ലെങ്കിൽ പശ്ചാത്താപമായി മാറുകയില്ല. പലപ്പോഴും കുമ്പസാരങ്ങൾ ഒരുപാട് സമ്മതിക്കുന്നവരും കേൾക്കുന്നവരും അത് നൽകുന്നവരുമാണല്ലോ ഞങ്ങളൊക്കെ തന്നെ. നിങ്ങളും ഉണ്ടല്ലോ. ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വലിയ കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന്റെ കരുണയാൽ കുറവൊന്നുമില്ല, ജീവിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, ഏറ്റുപറച്ചിൽ കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന്റെ കൃപയാൽ കുറവൊന്നുമില്ലാതെ ഭംഗിയായിട്ട് കഴിയുന്ന സ്തോത്രം. നല്ല പ്രാർത്ഥനയല്ലേ? നല്ല പ്രാർത്ഥനയല്ലേ? അനുതാപമുള്ള ഹൃദയം. കാരണം ദൈവമേ, ലോകം ഞാൻ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ്, മണ്ണാണ്, ഈ മണ്ണിനെ അവിടുത്തെ രൂപവും ഛായയും തന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്ന ദൈവമേ, അവിടെ കുറവുകൾ ഉണ്ടാകാം. ഓരോ ദിനങ്ങളിലും ആ കുറവുകളെ ഏറ്റുപറയണം. അനുതാപത്തോടുകൂടി ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കടന്നു എന്ന് ദൈവമേ, നീ തന്നതേ ഉള്ളൂ, തരാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള ഒരു സമർപ്പണത്തോടു കൂടി കടന്നു ചെല്ലുവാൻ കഴിയണം. ഇവിടെ ദാവീദ് പറയുന്നു, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ തെറ്റ് ചെയ്തത്. ഈ ആടുകൾ എന്ത് തെറ്റ് ചെയ്തു? ഇപ്പോഴാണ് ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കുന്നത്. 70,000 പേർ പട്ടു വീണപ്പോൾ അതുവരെയും ഉണ്ടാകാത്ത ഒരു വലിയ മിറക്കിൾ സംഭവിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഗാദിനോട് ദൈവം പറയുന്നു, നീ ചെല്ലണം പെട്ടെന്ന് ദാവീദിന്റെ അടുക്കിലേക്ക്. ദാവീദിനോട് പറയണം, അരവനായോട് കളം വാങ്ങിക്കണം, അവിടുത്തെ കാളക്കോപ്പ് വാങ്ങിക്കണം, അവിടെ എനിക്കൊരു ബലിപീഠം പണിയണം, ബലി അർപ്പിക്കണമെന്ന്. ദാവീദ് സന്നിധിയിലേക്ക് ഗാദ് ചെല്ലുന്നു. ഈ ഗാദ് ആരാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആദ്യമായി 3 കാര്യങ്ങൾ ദാവീദിന്റെ മുമ്പിൽ യഹോവയുടെ സംസാരമായി കൊടുത്തതാണ്. 7 സംവത്സരം ദേശത്ത് ക്ഷാമം വേണോ? 3 മാസം നിന്നെ ശത്രുക്കൾ ഓടിക്കണമോ? 3 ദിവസം മഹാമാരി ഉണ്ടാകണമോ എന്ന് ചോദിച്ച ഗാദ് ഇതിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ദൈവം ഏൽപ്പിച്ച ചുമതല ഈ പ്രവാചകൻ ചെയ്യുന്നു, മടങ്ങിപ്പോകുന്നു. വീണ്ടും ഒരു ചുമതല ഈ ഗാദിനെ ദൈവം ഏൽപ്പിക്കുകയാണ്. 70,000 പേര് ദാവീദ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ, അല്ലെങ്കിൽ ദൈവം സ്നേഹിച്ച വത്സലനിധിയായ, ദൈവം അരുമയെ പോലെ സ്നേഹമായി കണ്ട, പൊൻപുത്തൻ പോലെ കണ്ട ദാവീദ് എന്ന ആ നല്ല മകനെ സ്നേഹിച്ചതിന്റെ ഫലമായി താൻ കൊടുത്ത ചില അനുഗ്രഹങ്ങളെ ചില സമയത്തേക്കെങ്കിലും മറന്നുപോയ ദാവീദ് തന്റെ ജീവിതത്തിൽ വന്നതായിട്ടുള്ള ഒരു എണ്ണമെടുപ്പ്, ഒരു തെറ്റ്, ആ തെറ്റ് മൂലം 70,000 പേര് പട്ടുപോയപ്പോൾ ദാവീദ് അനുദപിക്കുകയാണ്. ഞാനാണ് പാപം ചെയ്തത്, ഞാനാണ് തെറ്റ് ചെയ്തത്, ഈ ആടുകൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ആ അനുതാപം, ആ കുമ്പസാരം എന്റെ ദൈവം സ്വീകരിക്കുന്നു. തൽഫലമായി ഗാദിനോട് പറയുന്നു, നീ ചെല്ലുക, ദാവീദിനോട് പറയുക, അരവനായുടെ കളത്തിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ആ കാളയെയും കാളക്കോപ്പുകളെയും നീ വാങ്ങിക്കണം.
അവിടെ ചെന്ന് നീ കാളയെയും കാളക്കോപ്പുകളെയും വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് നീ എനിക്ക് അവിടെ ബലിയർപ്പിക്കുവാൻ പറയണം, അവനോട് പറയണം. 18-ാമത്തെ വാക്യം. അന്ന് തന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്നവനോട്, നീ ചെന്ന് യെബൂസ്യനായ അരവനാട് കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. യഹോവയുടെ കൽപ്പന പ്രകാരം ഗാദ് പറഞ്ഞതുപോലെ തന്നെ ദാവീദ് അവിടേക്ക് പോയി. അരവന നോക്കി. രാജാവും അവന്റെ ഭൃത്യന്മാരും തന്റെ അടുക്കൽ വരുന്നത് കണ്ടാറെ അരവന പുറപ്പെട്ടു ചെന്ന് രാജാവിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനായ രാജാവേ, അങ്ങ് എന്തിന് എന്റെ ഈ മെതിക്കളത്തിലേക്ക് കടന്നു വരുന്നു? അവിടെ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയകാലത്തെ കൊയ്ത്ത് രീതിയാണ്. ചക്ക കെട്ടി ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്ന ചക്കയെ അതിനോടൊപ്പം തന്നെ കൂടെയുള്ള കാളകൾ, കാളക്കോപ്പുകൾ, മെതിവണ്ടികൾ. അവിടേക്ക് രാജാവും പരിവാരങ്ങളും കടന്നു വരുമ്പോൾ ഒരു കൃഷിക്കാരനായ അരവന എന്ന് പറയുന്ന ഈ മനുഷ്യൻ, യെബൂസായൻ എന്ന് പറയുന്ന മനുഷ്യൻ, യെബൂസായന്റെ കളത്തറയിൽ അവിടെ നിന്ന് ഓടിച്ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് അങ്ങ് ഇവിടേക്ക് വരുന്നത്? എനിക്ക് നിന്റെ കളം വേണം, കാളകൾ വേണം, മെതിവണ്ടികൾ വേണം. ഇതെന്തിനാണ് അങ്ങേക്ക്? എനിക്ക് യഹോവയ്ക്ക് ഒരു ബലി അർപ്പിക്കണം. അയ്യോ, അങ്ങ് ഇതെടുത്താട്ട്. ഓർക്കണം, അവിടെ ഒരു സമർപ്പണത്തിന്റെ സമയമുണ്ട്. അവന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി വെച്ചിരുന്നത്, അവന്റെ ഉപജീവന മാർഗത്തിന്റെ ഭാഗമായ ഈ മെതിവണ്ടിയും കാളയും കാളക്കോപ്പും അതൊരു യഹോവയ്ക്ക് ബലിപീഠം ഉണ്ടാക്കുവാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അവൻ പറയുകയാണ്, അങ്ങ് ഇതെടുത്താട്ട്. അവൻ ചിന്തിച്ചില്ല നാളെ ഇനിയും എങ്ങനെ എന്റെ കാര്യങ്ങൾ നടക്കുമെന്ന് ചിന്തിച്ചില്ല. എനിക്കറിയാം അനേക നല്ലതായ പ്രിയപ്പെട്ടവരുടെ അവരുടേതാകുന്ന അനുഭവങ്ങളിൽ നന്മ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓർക്കുക, സ്വാർത്ഥതയില്ലാത്ത സ്നേഹവും സ്വാർത്ഥതയില്ലാത്ത ഭക്തിയും സ്വാർത്ഥതയില്ലാത്ത നന്മകളും പ്രവർത്തിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ടറിയാം. അവരുടെ ജീവിത മാർഗങ്ങൾ പോലും നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നവരെ നമുക്ക് കാണാം. ഇവിടെ അരവന എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒന്ന് ശ്രദ്ധിക്കണം. ദൈവമേ തന്റെ ഉപജീവന മാർഗത്തിന് വെച്ചിരുന്നത് മുഴുവനായും രാജാവിനെ ഏൽപ്പിക്കുക. പക്ഷെ രാജാവിനോട് പറഞ്ഞു, നീ എനിക്കൊന്നും തരണ്ട, ഇത് നീ ദൈവത്തിന് സമർപ്പിച്ചാലും. അപ്പോൾ രാജാവ് ദാവീദ് പറയുന്നുണ്ട്, ആ വാക്യം ഇങ്ങനെയാണ്, 24-ാമത്തെ വാക്യം. അങ്ങനെയല്ല, ഞാനത് നിന്നോട് വിലയ്ക്കേ വാങ്ങുകയുള്ളൂ. അങ്ങനെയല്ല, ഞാനിത് നിന്നോട് വിലയ്ക്കുകയേ വാങ്ങുള്ളൂ. എന്നിട്ട് അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ യഹോവയ്ക്ക് എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ ചെയ്യുകയില്ല. യഹോവയാം ദൈവത്തിന് ഞാൻ ചെലവില്ലാതെ ഒരു ഹോമയാഗവും അർപ്പിക്കുകയില്ല. ഇവിടെ ഈ ഭാഗമൊക്കെ നിസ്സാരമായിട്ട് വായിച്ചു പോകരുത്. പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ, അപ്പോസ്തോലിക സഭയുടെ ആരാധനയുടെ ഒരു ദൃശ്യമായ കാഴ്ചയാണ് ഈ ഭാഗത്തുനിന്നുള്ളത്. വിസ്മരിക്കരുത്. പഴയ നിയമ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ നിയമ ചരിത്രത്തിന്റെ ശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോൾ ഒരു സത്യം വിസ്മരിക്കരുത്. വേദപുസ്തകം മുഴുവനും പൗരസ്ത്യ സഭയുടെ ആരാധനയുടെ സമ്മേളനമാണ്, ദൃശ്യമായ ആവിഷ്കരണമാണ്. ഞാൻ നിന്നോടൊന്നും ചെലവില്ലാതെ വാങ്ങിക്കുകയില്ല. ഞാൻ നിന്നോടൊന്നും ചെലവില്ലാതെ വാങ്ങിക്കുകയില്ല. ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾ പെരുന്നാൾ സമയത്ത് ദൂരവേ നിന്ന്, കേരളത്തിന്റെ അങ്ങേ അതിർത്തിയിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം അല്ലെങ്കിൽ ഫ്ലൈറ്റ് മാർഗം കടന്നു വന്ന് പലയിടത്തും ഇറങ്ങി ഈ പരിശുദ്ധന്റെ കബറിങ്കിലേക്ക് കടന്നു വരുമ്പോൾ, നഗ്നപാതരായി കടന്നു വരുമ്പോൾ അവരുടെ ശരീരം ക്ഷീണിക്കുന്നു. അവരുടേതാകുന്ന ദേഹങ്ങൾ ഒരുപാടാകുന്നു. പക്ഷെ അവരുടെ ശരീരം ക്ഷീണിക്കുകയില്ല. അവർക്ക് നഷ്ടമില്ല, പിന്നെയോ ലാഭങ്ങൾ മാത്രമാണ്. എങ്ങനെയുള്ള ലാഭം? ഭക്തിയുടെ അനുഗ്രഹത്തിന്റെ ലാഭങ്ങൾ അവർക്ക് നിറയപ്പെടുന്നു. ഇവിടെ ദാവീദ് പറയുകയാണ്, എന്റെ ദൈവത്തിന്റെ യഹോവയാം ദൈവത്തിന് ഞാൻ ഹോമയാഗം അർപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനത് ചെലവ് മൂലമേ ഞാൻ അത് രൂപ തന്നെ വാങ്ങുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും 50 ശേക്കൽ വെള്ളിക്ക് വാങ്ങി ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു. യഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു. ബാധ ഇസ്രായേലിനെ വിട്ടുമാറി. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു. ബാധ ഇസ്രായേലിനെ വിട്ടുമാറി. അപ്പോൾ യഹോവ എപ്പോൾ? ബലിയർപ്പിച്ചപ്പോൾ.
പരിശുദ്ധാരാധനയുടെ അനുഭവത്തിൽ ഈ ദാവീദ് മനസ്സിലാക്കുന്നു യഥാർത്ഥമായ ആരാധന. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ സമയം ചെലവഴിക്കണം. ഇന്നത്തെ ആരാധനാനുഭവങ്ങളിൽ ദൈവമേ ഞാൻ പറയുന്നത് ക്ഷമിക്കണം, നമുക്ക് വാച്ചാണ് നമ്മുടെ ആരാധന നിശ്ചയിക്കുന്നത്. പണ്ടച്ചന്മാരൊക്കെ പറയാനുള്ളത് പോലെ സമാധാനത്തോടെ പോക എന്ന് പറയുമ്പോൾ വരികയും അതിനുശേഷം നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളും ചർച്ചകളും ഒക്കെ ആക്കിയിട്ട് പോകുന്നവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വാച്ച് ആരാധനയുടെ ക്രമീകരണം ചെയ്തു തുടങ്ങിയതോടുകൂടി ദൈവം സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി കാണും. ആരാധന ദൈവത്തിനായി വേർതിരിക്കുന്ന സമയങ്ങളെ ടൈം നോക്കി ആയപ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ ടൈമും ദൈവം കുറച്ചു തുടങ്ങി. കാലങ്ങൾക്ക് മുമ്പേ ദീർഘായുസ്സായിരുന്ന അപ്പച്ചന്മാരമ്മച്ചമാരൊക്കെ ഇന്ന് ആയുസിന്റെ ദൈർഘ്യങ്ങൾ കുറഞ്ഞു തുടങ്ങി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, തിരക്കുകളാ, സമയങ്ങളാ, നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ എന്റെ ദൈവത്തിന് 10-1 ദൈവത്തിനുള്ളതാ. അത് വരുമാനത്തിന്റെ മാത്രമല്ല, ദൈവം തന്നിരിക്കുന്ന സമയത്തിന്റെ 10-1 ദൈവത്തിനുള്ളതാണ്. മറക്കരുത്, ശാബത് ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടതാണ്. ഇന്ന് ഈ പരിശുദ്ധമായ ദിനത്തിൽ, ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത, എന്റെ കർത്താവ് കാൽവറിയിൽ പിടഞ്ഞു വീണ ദിവസമാണ്, മരിച്ച ദിവസമാണ്, കർത്താവിന്റെ മരണത്തെ നോക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച ആ മരണത്തെ ഓർക്കുമ്പോൾ, കർത്താവേ എനിക്ക് വേണ്ടി നീ കാൽവറിയിൽ യാഗമായി, കാൽവരിയുടെ നിറകയിൽ നിന്റെ രക്തം തുള്ളി തുള്ളിയായി ഇറങ്ങി ഒഴുകി, ശങ്കിലെ രക്തം പരിപൂർണമായും ഒഴിച്ച് ഞങ്ങളെ വീണ്ടെടുത്തതാണ്. അനുഭവത്തിലാണ് ഈ ആരാധനയുടെ അനുഭവമായി ഞാൻ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഓർക്കുക, കർത്താവേ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ നിറയണമേ, ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഇവിടെ ദാവീദ് ദൈവത്തിന് ബലിയർപ്പിച്ചു. തൽഫലമായി 25-ാമത്തെ വാക്യം മറക്കരുത്. ഈ ഭാഗം എല്ലാവരും വായിക്കണം. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും ശാന്തമായി വായിക്കണം. ഇത് പരിശുദ്ധ സഭയുടെ ആരാധനയുടെ അനുഭവമാണ്. ദാവീദ് അവിടെ സ്തോത്രത്തിന്റെ ബലി അർപ്പിക്കുന്നു. ദാവീദ് അവിടെ ഹോമയാഗം അർപ്പിക്കുന്നു. ദാവീദ് അവിടെ സമാധാനയാഗം അർപ്പിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ബാധ ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി. ഇത് പരിശുദ്ധ ആരാധനയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ദിനങ്ങളിൽ ദൈവത്തിന്റെ ആരാധന അനുഭവങ്ങൾ പോയി ഇത് അനുഭവിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്റെ പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, വേദനകള്, ബാധകള്, ശത്രുവിന്റെ ഉപായങ്ങൾ, പൈശാചികമായ ബന്ധനങ്ങൾ, കെട്ടുകൾ, ഇവ അഴിക്കപ്പെടുകയാണ്. അത് നമ്മെ ശുദ്ധീകരിക്കുന്നു, അത് നമ്മെ ശ്രേഷ്ഠമാക്കുന്നു, അത് നമ്മെ അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. തീർച്ചയായും എന്റെ തമ്പുരാൻ നമ്മോട് കൽപ്പിച്ച ശ്രേഷ്ഠമായ അനുഭവങ്ങളിൽ, പരിശുദ്ധ ആരാധന അനുഭവങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി എനിക്ക് നിങ്ങൾക്കും ആരാധിക്കുവാൻ നമുക്ക് സംഗതിയാകണം. ഞാൻ പറഞ്ഞുവല്ലോ, ദാവീദ് ഒരു ചോദ്യം ദൈവത്തിന്റെ സന്നിധിയിൽ പറയുകയാണ്. ദൈവമേ, ഞാനൊരു വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാൻ യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ. അതിനുശേഷം നമ്മൾ പല കാര്യങ്ങളിലൂടെ കടന്നുപോയി. യഹോവയുടെ കൈ ശക്തിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാനായി ദാവീദിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. യഹോവ പരിപൂർണമായും സംരക്ഷിക്കുന്നവനാണെന്ന് ദാവീദ് മനസ്സിലാക്കി. അവനെ വലയം ചെയ്യുന്ന ഒരു വലിയ സംരക്ഷണമുണ്ടെന്ന് ദാവീദ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി അതിന്മേലുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. തൽഫലമായി ദാവീദ് പറഞ്ഞു, ഞാൻ മനുഷ്യന്റെ കയ്യിൽ വീഴരുത്, വീഴേണ്ടത് യഹോവയുടെ കയ്യിലാണ്. വീണ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട്, തന്റെ ജനത്തിലെ 70,000 പേർ താൻ ചെയ്ത ഒരു തെറ്റു നിമിത്തം മരണപ്പെട്ട് വീണുപോയപ്പോൾ ദാവീദ് പറയുന്നു, ഞാനല്ലോ യഹോവേ പാപം ചെയ്തത്, ഞാനല്ലോ യഹോവേ കുറ്റം ചെയ്തത്. ഈ ആടുകൾ എന്ത് തെറ്റ് ചെയ്തു? നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു സത്യകുംഭസാരം അവിടെ നടത്തപ്പെടുകയാണ്. വീണ്ടും കുംഭസാരം കഴിഞ്ഞ് ദൈവത്തിന്റെ തിരുമുൻപാകെ സമർപ്പിക്കപ്പെട്ടപ്പോൾ ദാവീദ് ഒരു ബലിയർപ്പണം നടത്തുകയാണ്. അത് തന്റെ കഷ്ടപ്പാടിൽ നിന്ന് താനുണ്ടാക്കിയ പ്രതിഫലം കൊടുത്തു വാങ്ങിയ കാളകളെയും കാളക്കോപ്പുകളെയും മെതുവണ്ടികളെയും ദൈവത്തിന്റെ ബലി അർപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ ഒരു വലിയ അനുഗ്രഹം നടക്കുകയാണ്. ബാധ, പ്രശ്നം, മരണം, പ്രയാസം, രോഗം, ഇവകളെല്ലാം
ദേശത്ത് നിന്ന് മാറ്റപ്പെടുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ആരാധനയിൽ നമ്മൾ പാടുന്നത്, എബുസായന്റെ കളത്തറയിൽ ചില്ലിക്കാശിനു തുല്യമതായി നിന്റെ സഭയുടെ സുതരിൽ ഈ തിരുബലി കൈക്കൊള്ളുക. ദൈവത്തിന്റെ സന്നിധിയിലെ ആരാധനയാണ്, സ്വർഗീയ ആരാധനയാണ് നമ്മുടെ ആരാധന. ഇപ്രകാരം ദൈവത്തിന്റെ തിരുമുമ്പാകെ ഒന്നിച്ചിരുന്ന് ചിന്തിക്കുവാനായി ദൈവം തമ്പുരാൻ നമുക്ക് തന്ന അവസരത്തിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇപ്രകാരം ഒരു അവസരം എനിക്ക് നൽകിയ വന്യനായ റംബാഷനെയും വന്യ വൈദിക ശ്രേഷ്ഠയോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ച് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും എല്ലാ അനുഗ്രഹങ്ങളും നേർന്ന് എൻ്റെ വാക്കു ചുരുക്കുന്നു. ഒരു നിമിഷം ദൈവസനം നമ്മുടെ ശിരസ് നമിക്കാം. കാരുണ്യവാനാം ദൈവമേ, ഏഴകളാകുന്ന അടിയങ്ങൾ നിന്റെ തിരുമുൻപാകെ ആയിരിക്കാൻ എൻ്റെ കർത്താവ് തന്ന ഈ സാവകാശത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, ഒരുപാട് കുറവുകൾ അടിയങ്ങളിലുണ്ട്. പലപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അത് കാര്യമാക്കാതെ മുൻപോട്ട് പോകുമ്പോൾ വളരെയധികം പ്രതിസന്ധികൾ ദൈവമേ നിന്റെ സമൂഹമാകുന്നു. അവിടെ ദാവീദിനെ പോലെ അവിടുത്തെ കൈബലമുള്ളതാണ് ദൈവമേ. അവിടുത്തെ കണ്ണ് ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഞങ്ങളുടെ മേലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും കർത്താവെ നിലവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ കുറവുകളെ ദൈവസ്ഥനിൽ ഏറ്റുപറയുവാൻ സംഗതിയാകണമേ. ഏറ്റുപറയുന്ന അനുഭവത്തിൽ ദൈവം നിന്റെ തിരുമുമ്പാ കടന്നു വന്ന് സത്യകുംഭസാരം നടത്തി നിന്റെ തിരുശരീരത്തിൽ അനുഭവിപ്പാൻ ആരാധന അനുഭവമായി ഞങ്ങളെ എല്ലാവരും അവിടെ നിൽക്കണമേ. നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. അടിയങ്ങളോട് കരുണ ചെയ്യണമേ. വന്നുപോയ കുറവുകൾ തെറ്റുകൾ അടിയങ്ങളോട് ക്ഷമിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ.